അപ്പോൾ നമ്മളിനി സെക്ഷൻ 6.3 ആണ്, ടോപ്പോളജിയിലെ സെക്ഷൻ 6.3 ആണ്. പ്രോപ്പർട്ടീസ് റിലേറ്റഡ് ടു കോമ്പാക്ട്നെസ് ആണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെമ്മ നോക്കാം എന്താണെന്ന്. The unit n cube in is equal to the set of all n tuples x1, x2, etc. xn in Rn such that 0 less than or equal to xi less than or equal to 1 for I is equal to 1 to etc. n is a compact subspace of Rn എന്നാണ് നമ്മൾക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എന്താണ് ഈ in എന്ന് ഉദ്ദേശിക്കുന്നത്? നമുക്ക് I1 എന്താണെന്ന് നോക്കാം. I1 എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ പോയിൻറ്റ്സ് n. ഇവിടെ in ആകുമ്പോൾ n ടപ്പിൾ. അപ്പോൾ I1 ആകുമ്പോൾ എന്താണ് n ഈക്വൽ ടു 1 വരുള്ളൂ, ഒരൊറ്റ കോർഡിനേറ്റേ വരത്തുള്ളൂ. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ x ബിലോങ്സ് ടു R എന്ന് വരും. സച്ച് ദാറ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ആൻഡ് ഇതെന്താണ് ക്ലോസ്ഡ് 0 1 ആണ്. ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 ആണ്. അപ്പോൾ I1 എന്ന് പറയുന്നത് എന്താണ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 ആണ്. I2 എന്താണ്, വിച്ച് ഈസ് ദ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ് x1 x2 ഇൻ R2 സച്ച് ദാറ്റ് എന്ത് വരും 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വരും. അതായത് എന്ത് വരും, x1 എന്ന് പറയുന്നത് ഫസ്റ്റ് കോർഡിനേറ്റ് എടുക്കുമ്പോൾ ഈ ഒരു സെക്ഷൻ വരും. അന്നേരം ആൻഡ് x2 എന്ന് പറയുന്നേരം എന്താണ് ഇവിടെയും വരും. അപ്പോൾ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിൻറ്റ്സ് ഏതാണ്, ഈ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിലുള്ള പോയിൻറ്റ്സ് ആണ്. സോ ഈ ഒരു യൂണിറ്റ് സ്ക്വയർ ആണ് I2 എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ I3 എന്ന് പറയുന്നത് എന്തായിരിക്കും, യൂണിറ്റ് ക്യൂബ് ആയിരിക്കും ഇൻ R3. അപ്പോൾ ഇൻ ജനറൽ n ക്യൂബ് എന്താണ്, വിച്ച് ഈസ് യൂണിറ്റ് അതിപ്പോൾ നമ്മൾ യൂണിറ്റ് ഇൻ്റർവൽ യൂണിറ്റ് സ്ക്വയർ എന്നൊക്കെ പറഞ്ഞതുപോലെ വിച്ച് ഈസ് എൻ n ക്യൂബ്. ആൻഡ് ഈ സൈഡ് ഓഫ് ഈച്ച് ലെങ്ത് എന്ത് വരും, ഈച്ച് സൈഡ് എന്ത് വരും 1 വരും. ഓക്കെ, അപ്പോൾ ഇതാണ് n ക്യൂബ് കൊണ്ട് മീൻ ചെയ്യുന്നത്. നമ്മൾക്ക് ഇത്തരത്തിൽ ഏത് n ക്യൂബ് ഏത് ഡയമെൻഷനിൽ എടുക്കുകയാണെങ്കിലും അതെല്ലാം കോമ്പാക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇത് കോമ്പാക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ n ഈക്വൽ ടു 1 n ഈക്വൽ ടു 2 പ്രൂവ് ചെയ്യും. ദെൻ ഇൻ ജനറൽ നമ്മൾക്ക് എന്താണ് ഇതെല്ലാ ഡയമെൻഷനിലും ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന n ക്യൂബ് കോമ്പാക്റ്റ് ആണെന്ന് പറയാം. അപ്പോൾ I1 എടുക്കുക. I1 എന്ന് പറയുന്നത് എന്താണ്, ക്ലോസ്ഡ് 0 1 ആണ്. നമ്മൾ ഈ ഒരു എക്സാമ്പിളിൽ ഓൾറെഡി എല്ലാ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽസും കോമ്പാക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ അത് പ്രകാരം നമ്മൾക്ക് എന്താണ് ഈ ഒരു ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 1 കോമ്പാക്റ്റ് ആണെന്ന് പറയാം. സോ I1 കോമ്പാക്റ്റ് ആണ്. n ഈക്വൽ ടു 1 ഇത് ട്രൂ ആയി. ഇനി n ഈക്വൽ ടു 2 ഞാൻ പറഞ്ഞു അതെന്താണ്, വിച്ച് ഇസ് എ യൂണിറ്റ് സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ ഞാൻ യൂണിറ്റ് സ്ക്വയർ AC BC BD AD ഈ വേർട്ടിസസ് വരുന്ന യൂണിറ്റ് സ്ക്വയർ എടുത്തു. അപ്പോൾ ഈ യൂണിറ്റ് സ്ക്വയർ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഈ യൂണിറ്റ് സ്ക്വയർ എന്ന് ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ അതെന്താണ് ക്ലോസ്ഡ് 0 1 ക്ലോസ്ഡ് 0 1 ആയിരുന്നു യൂണിറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞത്. അപ്പം ഞാനിവിടെ കോർഡിനേറ്റ്സിന് EC BC BD AD എന്ന് ഡിനോട്ട് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഈ ഒരു യൂണിറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും, ഇങ്ങനെ കോർഡിനേറ്റ്സ് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ എനിക്ക് എന്ത് വരും, ഈ ഒരു കോർഡിനേറ്റിന് പകരം എക്സ് ആക്സിൽ പോയിൻ്റ് ഏതാണ് A ആണ്, ഇതിൽ ഏതാണ് വരുന്നത് B ആണ്. ആൻഡ് ഇതുപോലെ y ആക്സിസിൽ വരുന്നത് C ആണ്, ഇവിടെ വരുന്നത് D ആണ്. അപ്പോൾ ഞാൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ ABയും ക്ലോസ്ഡ് ഇൻ്റർവെൽ CD കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ക്രോസ് പ്രൊഡക്റ്റാണ് എനിക്ക് ഈ സ്ക്വയർ എന്ന് പറയുന്നത്, അല്ലേ? ഈ രണ്ട് സെറ്റുകളുടെയും ക്രോസ് പ്രൊഡക്റ്റ്, ഈ രണ്ട് ക്ലോസ്ഡ് ഇൻ്റർവെൽസിൻ്റെയും ക്രോസ് പ്രൊഡക്റ്റാണ് എനിക്ക് ഈ യൂണിറ്റ് സ്ക്വയർ എന്ന് പറയുന്നത്, ഈ വേർട്ടിസസ് വരുന്ന യൂണിറ്റ് സ്ക്വയർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഞാൻ ഈ യൂണിറ്റ് സ്ക്വയറിനെ 4 കോൺഗ്രുവൻറ്റ് സ്ക്വയേഴ്സായിട്ട് ഈക്വൽ സ്ക്വയേഴ്സായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുന്നു. അതപ്പോൾ എങ്ങനെ ഡിവൈഡ് ചെയ്യാം, ഞാൻ ഓരോ സൈഡിൻ്റെയും മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ലൈൻ വരച്ച് കഴിഞ്ഞാൽ എനിക്കിത് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കിട്ടുന്നത്,
ഇവിടെ സി ഫിക്സഡ് ആണ്, സെക്കൻഡ് കോർഡിനേറ്റ് ഫിക്സഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് കോർഡിനേറ്റ് എടുക്കുക, അപ്പോൾ എയും ബിയും. എ ബിയുടെ ഈ ഒരു ലെങ്ത്തിൻ്റെ മിഡ് പോയിൻ്റ് എന്താ വരുന്നത്, a+b/2 ആണ്. അപ്പോൾ ഈ പോയിൻ്റ്, ഈ വെർട്ടെക്സ് എന്താണ്, a+b/2 സി എന്ന് വരും. ഇതുപോലെ നമ്മൾക്ക് റിമൈനിങ് വെർട്ടിസസും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഓരോ വെർട്ടെക്സും എങ്ങനെയാണ്, ഇൻ ടോട്ടൽ ഈ ലാർജസ്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് എ ബി ക്രോസ് സി ഡി ആയിരുന്നു. അത് എയും ബിയും സിയും ഡിയും എവിടെ നിന്ന് കിട്ടി, വെർട്ടെക്സ് വെച്ചിട്ടാണ് നമ്മൾക്ക് ഇൻ്റർവെൽസ് കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ ഓരോ സ്ക്വയറിൻ്റെയും വെർട്ടെക്സ് വെച്ചിട്ട് നമ്മൾക്ക് ആ ഒരു ഇൻ്റർവെൽ എന്ന് പറയുന്നത്, ആ ഒരു സ്ക്വയർ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ഇൻ്റർവെൽസിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് ആണെന്ന് പറയാം. ഇപ്പം ഞാൻ ഇതാണ് എടുക്കുന്നിരിക്കുന്നത്, ഇതിന് കറസ്പോണ്ടിങ് എക്സ് ആക്സിസിൽ വരുന്ന ഇൻ്റർവെൽ ഏതാണ്, ക്ലോസ്ഡ് ഇൻ്റർവെൽ a+b/2. ഇതുപോലെ വൈ ആക്സിസിൽ വരുന്ന ഏതാണ്, c+d/2. അപ്പോൾ ഈ രണ്ട് ഇൻ്റർവെൽസിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് ആണ് ഈ ഒരു സ്ക്വയർ. ഇതുപോലെ റിമൈനിങ് സ്ക്വയേഴ്സിനെ നമ്മൾക്ക് എഴുതാം. അപ്പോൾ നമ്മൾക്കത് എഴുതുമ്പോൾ ദാ ഇങ്ങനെ കിട്ടും, a+b/2 ക്രോസ് c+d/2, a+b/2 ക്രോസ് c+d/2d, a+b/2 b ക്രോസ് c+d/2, then last one a+b/2 b ക്രോസ് c+d/2d. അപ്പോൾ ഈ 4 എണ്ണമാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ കോൺഗ്രുവൻറ്റ് സ്ക്വയേഴ്സ്. നമ്മൾ i2നെ ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന സ്ക്വയർ. അപ്പോൾ ഫോർ എ സ്ക്വയർ എ ബി ക്രോസ് സി ഡി ഇൻ R2 we shall refer these sub squares as the four quarters of square. ഈ സ്ക്വയറിൻ്റെ 4 ക്വാർട്ടേഴ്സ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു 4 സബ് സ്ക്വയേഴ്സിനെ റെഫർ ചെയ്യുന്നത്. നൗ ഇനി ഇവിടെ തന്നെ വൺ മോർ തിങ് മാർക്ക് ചെയ്യുക. നമ്മൾക്ക് ഇൻ ടോട്ടൽ ഈ രണ്ട് ഇൻ്റർവെൽസ് എ ബിയുടെയും സി ഡിയുടെയും ലെങ്ത്ത് എത്ര വരുന്നത്, ഈ സൈഡിൻ്റെ ലെങ്ത്ത് എന്താണോ അത് വരും. സൈഡിൻ്റെ ലെങ്ത്ത് എന്തായിരുന്നു, 1. അപ്പോൾ ഇൻ്റർവെൽസിൻ്റെ ലെങ്ത്ത് എന്ത് വരും, 1ഉം 1ഉം. ആൻഡ് മിഡ് പോയിൻ്റ് എടുത്തിട്ട് ഈ കിട്ടിയിരിക്കുന്ന സ്മോൾ സ്ക്വയേഴ്സിൻ്റെ ഓരോ സൈഡിൻ്റെ ലെങ്ത്ത് എന്ത് വരും, ഹാഫ് അല്ലേ വരിക. ഫസ്റ്റ് കൺസിഡർ ചെയ്തിരിക്കുന്ന സ്ക്വയറിൻ്റെ സൈഡിൻ്റെ ലെങ്ത്ത് എന്താണോ അതിൻ്റെ ഹാഫാണ് വരുന്നത്. അപ്പോൾ അതെന്തായിരുന്നു, 1 ആയിരുന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും, 1/2 വരും. അതായത് ഞാനിവിടെ എഴുതിയിരിക്കുന്ന ഓരോ സബ് സ്ക്വയറിൻ്റെയും, അതായത് ഓരോ ക്വാർട്ടേഴ്സിലെയും കോർഡിനേറ്റ് ഇൻ്റർവെൽസ് എന്നാണ് ഇതിന് പറയുക. ഇത് i2ൻ്റെ 2 കോർഡിനേറ്റ് ഇൻ്റർവെൽസാണ് എ ബിയും സി ഡിയും. ആൻഡ് ആ ഒരു ക്വാർട്ടേഴ്സിൻ്റെ ഓരോ ക്വാർട്ടറിൻ്റെയും കോർഡിനേറ്റ് ഇൻ്റർവെൽസാണ് ഈ ഓരോന്നും വരുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെ ലെങ്ത്ത് എന്തായിരിക്കും, 1/2 ആയിരിക്കും. അപ്പോൾ ഇത് നോക്കുക. ഇനി ഞാൻ എന്താണ്, എനിക്കിവിടെ i2 കോമ്പാക്റ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ i2 കോമ്പാക്റ്റ് അല്ലെന്ന് എടുത്തു. ആൻഡ് ലെറ്റ് O be an open cover of i2 and suppose O has no finite subcover for i2. i2 കോമ്പാക്റ്റ് അല്ല എന്നതിൻ്റെ മീനിങ് എന്താണ്, ഇത്തരത്തിലൊരു ഫൈനൈറ്റ് സബ് കവർ പോലും എക്സിസ്റ്റ് ചെയ്യാത്ത ഒരു ഓപ്പൺ കവർ i2വിന് എക്സിസ്റ്റ് ചെയ്യും. അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന O. അപ്പോൾ എനിക്ക് എന്താണ്, O എടുത്തു. ഇനി ഞാൻ ഓയിലുള്ള എല്ലാ എലമെൻസിൻ്റെയും യൂണിയൻ എടുത്തു. where O is the union of all elements O in O. അപ്പോൾ i2യുടെ ഓപ്പൺ കവറാണെന്ന് ഞാൻ അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ i2 എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു യൂണിയനിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. ഞാൻ ഇതിൽ ഓരോ സ്ക്വയറിനെയും 1 എങ്ങനെയാണ്, ഇപ്പോൾ T1 T2 T3 T4 എന്നെടുത്തു. അപ്പോൾ എനിക്ക് TIs എല്ലാം എന്തിൽ കണ്ടെയ്ൻഡാണ്, i2വിൽ കണ്ടെയ്ൻഡാണ് അല്ലേ. ഈ ഓരോ ചെറിയ സ്ക്വയറും ലാർജസ്റ്റ് സ്ക്വയറിൽ കണ്ടെയ്ൻഡാണ്. അപ്പോൾ TI ഈസ് കണ്ടെയ്ൻഡ് ഇൻ i2 ഈ ഒരു യൂണിയനിലും കണ്ടെയ്ൻഡ് ആയതുകൊണ്ട് TI ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ O ബിലോങ്സ് ടു ദ ഓപ്പൺ കവർ O എന്ന് എഴുതാം. അപ്പോൾ O എന്ന് പറയുന്നത് എന്തായി, TIസിൻ്റെയും ഓപ്പൺ കവറായി. അപ്പോൾ ഈ T1ൻ്റെയും T2ൻ്റെയും T3ൻ്റെയും T4ൻ്റെയും എല്ലാം ഓപ്പൺ കവറാണ് O എന്ന് പറയുന്നത്. അപ്പോൾ i2ൻ്റെ ഏത് ഓപ്പൺ കവർ എടുത്താലും അതെല്ലാം TIസിൻ്റെ ഓപ്പൺ കവറായിരിക്കും. അപ്പോൾ ഇനി
സപ്പോസ് ഈ ഓരോ ടി ഐനെയും ഓയുടെ ഫൈനൈറ്റ്സ് ഏതെങ്കിലും ഓരോ ഫൈനൈറ്റ്സ് സബ് കവർ കൊണ്ട് കവർ ചെയ്യാമെന്ന് വിചാരിക്കുക. അതായത് സപ്പോസ് ടി ഐ എന്ന നമുക്ക് ഓയിലുള്ള സം N1 ഓപ്പൺ സെറ്റ് കൊണ്ട് കവർ ചെയ്യാം എന്ന് കരുതുക. അതായത് N1 എലമെൻസിൻ്റെ യൂണിയനിൽ ടി ഐ കണ്ടെയ്ൻഡ് ആണെന്ന് കരുതുക. ഫോർ ഈച്ച് ഇപ്പോൾ ടി ഐ ആയതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് NI എലമെൻറ്റ്സ്. ഓക്കെ, സപ്പോസ് ടി ഐ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ NI നമ്പർ ഓഫ് ഓപ്പൺ സെറ്റ്സ് ഇൻ O. അപ്പോൾ അങ്ങനെയാണെങ്കിൽ T1 എന്ന് പറയുന്നത് എന്ത് കിട്ടും? സം യൂണിയൻ ഓഫ് N1 എലമെൻറ്റ്സ് ഇൻ O എന്ന് പറയാം. T2 എന്ന് പറയുന്നത് കണ്ടെയ്ൻഡ് ഇൻ യൂണിയൻ ഓഫ് സം N2 നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ O എന്ന് പറയാം. ഇതുപോലെ നമ്മൾക്ക് T3യും T4ഉം ഇതുപോലെ N3 N4 നമ്പർ ഓഫ് എലമെൻറ്റ്സിൻ്റെ യൂണിയനിൽ കണ്ടെയ്ൻഡ് ആണ്. അപ്പം ഞാനിത് മൊത്തത്തിൽ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ T1 യൂണിയൻ T2 യൂണിയൻ T3 യൂണിയൻ T4 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ N1 യൂണിയനിലുള്ള ഈ ഓരോ യൂണിയനിലുള്ള എല്ലാ എലമെൻസിനെയും എടുത്ത് മൊത്തത്തിൽ യൂണിയൻ എടുത്താൽ അതിൽ ഫുള്ളി കണ്ടെയ്ൻഡ് ആയിട്ട് വരും. ആൻഡ് T1 യൂണിയൻ T2 യൂണിയൻ T3 യൂണിയൻ T4 എന്തായിരിക്കും? I2 ആയിരിക്കും. സോ I2 കണ്ടെയ്ൻഡ് ഇൻ ദ N1 പ്ലസ് N2 പ്ലസ് N3 പ്ലസ് N4 ഇൻ ടോട്ടൽ ഇത്രയും നമ്പർ ഓഫ് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ഓയിൽ യൂണിയനിൽ ആ എത്രയും എലമെൻറ്റ്സ് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സിൻ്റെ യൂണിയനിൽ I2 കണ്ടെയ്ൻഡ് ആണെന്ന് നമ്മൾക്ക് കിട്ടും. പക്ഷേ I2ന് എന്താണ് അസ്യൂം ചെയ്തിരിക്കുന്നത്? ഓയുടെ ഒരു ഫൈനൈറ്റ് സബ് കവർ പോലും I2വിനില്ല. ദർ ഈസ് നോ ഫൈനൈറ്റ് സബ് കവർ ഓഫ് O ഫോർ I2 എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്തായി തീരും? ഒരു കോൺട്രഡിക്ഷൻ ആയിത്തീരും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് പറയാം? ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അതായത് ഏതെങ്കിലും ഒരു ടി ഐക്കെങ്കിലും എന്തായിരിക്കും? ഓയിൽ ഒരു ഫൈനൈറ്റ് സബ് കവർ പോലും ഉണ്ടാകത്തില്ല. അപ്പോൾ ആ ടി ഐനെ ഞാൻ Q എന്നെടുത്തു. ഓക്കെ, then there is at least one quarter Q is equal to A1 B1 cross C1 D1 of I2 for which O has no finite subcover. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ടി ഐ എങ്കിലും എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ ടി ഐനെ ഞാൻ Q എന്നെടുത്തു. അതിൻ്റെ കോർഡിനേറ്റ് ഇൻ്റർവൽസിനെ ഞാൻ ഇങ്ങനെയും ഡിനോട്ട് ചെയ്തു. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞു ആ സബ് സ്ക്വയേഴ്സിൻ്റെ ക്വാർട്ടേഴ്സിൻ്റെ ഓരോ കോർഡിനേറ്റ് ഇൻ്റർവൽസിൻ്റെ ലെങ്ത് എന്താണ് വരുന്നത്? 1/2 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ A1 B1ൻ്റെയും C1 D1ൻ്റെയും ലെങ്ത് എന്താണ്? 1/2 വരും. ആൻഡ് ഞാനിതിനെ Q1 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, Q അല്ല Q1. അപ്പോൾ നമ്മൾക്ക് I2വിൽ നിന്ന് Q1 കിട്ടി അല്ലേ? ഇനി ഇതുപോലെ O എന്ന് പറയുന്നത് Q1ൻ്റെയും ഓപ്പൺ കവറാണ്. ആൻഡ് ആ ഒരു ഓപ്പൺ കവറിന് എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല? Q1നെ കവർ ചെയ്യുന്ന ഒരു ഫൈനൈറ്റ് സബ് കവർ പോലും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ I2വിന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് എങ്ങനെയാണോ Q1 കിട്ടിയത് അതുപോലെ Q1ലും അതേ സ്റ്റെപ്സ് ഫോളോ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താണ്? എനദർ സബ് ക്വാർട്ടർ Q2 കിട്ടും. അതായത് Q1ൻ്റെ ഒരു ക്വാർട്ടർ Q2 കിട്ടും. സച്ച് ദാറ്റ് Q1ന് എന്തെല്ലാം കണ്ടീഷൻസ് പറഞ്ഞോ അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യും. പ്ലസ് എന്താണ് വൺ മോർ കണ്ടീഷൻ വരുന്നത്? Q1ൻ്റെ കോർഡിനേറ്റ് ഇൻ്റർവൽസിൻ്റെ ലെങ്ത് എന്തായിരുന്നു? 1/2 ആയിരുന്നു വരുന്നത്. അപ്പോൾ Q2വിൻ്റെ കോർഡിനേറ്റ് ഇൻ്റർവൽസിൻ്റെ ലെങ്ത് എന്ത് വരും? 1/4 വരും. കാരണം എന്താണ്? 1/2ൻ്റെ ഹാഫ് വരണം അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ ഈക്വലൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ വരേണ്ടത്? നമ്മൾ ഫസ്റ്റ് I2നെ 1 ലെങ്ത് ആയിരുന്നു സൈഡ് വരുന്നത്, അതിന് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന ഓരോ സ്ക്വയറിൻ്റെ ലെങ്ത് എന്താണ്? ഇൻ്റർവൽസിൻ്റെ ലെങ്ത് എന്താണ്? 1/2 വന്നു. പിന്നെ ഞാനെന്താ ചെയ്യുന്നത്? ആ ഒന്ന് Q1 എടുത്തു. Q1നെ ഇതുപോലെ ഈക്വലായിട്ട് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഓരോ സൈഡ് ലെങ്ത് എന്ത് വരും? 1/4 വരും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് Q1ൽ നിന്ന് ഇതുപോലെ Q2 കിട്ടും. ആൻഡ് ഈ ഒരു സ്റ്റെപ്പ് ഞാൻ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ നമ്മൾക്ക് എന്താണ്? പ്രൊസീഡിങ്
ഇൻഡക്റ്റീവ്ലി വി ഡിഫൈൻ എ നെസ്റ്റഡ് സീക്വൻസ് ഓഫ് അല്ലേ I2 കണ്ടെയ്ൻസ് Q1, Q1 കണ്ടെയ്ൻസ് Q2. ഇപ്പോൾ ഒരു നെസ്റ്റഡ് സീക്വൻസ് ആണ് നമ്മൾക്ക് കിട്ടുന്നത്. സോ വി ഡിഫൈൻ എ നെസ്റ്റഡ് സീക്വൻസ് Qn where n is equal to 1 to infinity of squares in R2 where Qn എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു കോർഡിനേറ്റ് ഇൻ്റർവെൽസിൻ്റെ ക്രോസ് പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ ഈ ഓരോ കോർഡിനേറ്റ് ഇൻ്റർവെൽസിനെയും കൺസിഡർ ചെയ്തു. ഇത് എക്സ് ആക്സിസിലും ഇത് വൈ ആക്സിസിലും വരുന്ന കോർഡിനേറ്റ് ഇൻ്റർവെൽസ് ആണ്. അപ്പോൾ എക്സ് ആക്സിസിൽ വരുന്ന എല്ലാ കോർഡിനേറ്റ് ഇൻ്റർവെൽസിനെയും ഞാനൊരു സീക്വൻസ് ആയിട്ട് എഴുതി, വൈ ആക്സിസിൽ വരുന്ന എല്ലാത്തിനെയും ഒരു സീക്വൻസ് ആയിട്ട് എഴുതി. അപ്പോൾ നമ്മൾക്ക് രണ്ട് സീക്വൻസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഓരോ സീക്വൻസിൽ ഇപ്പോൾ AN ക്ലോസ്ഡ് ഇൻ്റർവെൽ AN BNൻ്റെ ലെങ്ത് എന്ത് വരും, നമ്മൾക്ക് Q1 വന്നപ്പോൾ 1/2, Q2 വന്നപ്പോൾ എന്താണ് 1/2 സ്ക്വയർ വന്നു. ഇതുപോലെ Qn വരുമ്പോൾ എന്ത് വരും 1/2n വരും. അപ്പോൾ ഈ ഓരോ കോർഡിനേറ്റ് ഇൻ്റർവെൽസിൻ്റെയും ലെങ്ത് എന്താണ് 1/2n ആണ് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി നോക്കിക്കേ. ദെൻ ദ മോഡുലസ് ഓഫ് AN - BN ഈക്വൽ ടു മോഡുലസ് ഓഫ് CN - DN ഇസ് ഈക്വൽ ടു 1/2n എന്ന് കിട്ടി, വേറെ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ആൻഡ് 1/2n എന്താണ്, ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ഇതെങ്ങോട്ട് കൺവേർട്ട് ചെയ്യും, 0 കൺവേർട്ട് ചെയ്യും. ഇനി നമ്മൾ കാൻഡേഴ്സ് നെസ്റ്റഡ് ഇൻ്റർവൽ കൺസിഡർ ചെയ്യാം. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്തരത്തിൽ എ നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽസ് എടുക്കുകയാണെങ്കിൽ ആ ഒരു ഇൻ്റർവെൽസിൻ്റെ മൊത്തത്തിൽ ഇൻ്റർസെക്ഷൻ എടുത്താൽ അത് നോൺ എംപ്റ്റി ആയിരിക്കും. ആൻഡ് അതിൻ്റെ കൂടെ ഈ സീക്വൻസിലുള്ള ഇൻ്റർവെൽസിൻ്റെ ലെങ്ത്ത് 0 കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ, ലെങ്ത്ത് അതായത് ഡയമീറ്റർ 0 കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇൻ്റർസെക്ഷനിൽ ഒരൊറ്റ സിംഗിൾട്ടൺ എലമെൻ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ ഒരു സെറ്റ് എന്ന് പറയുന്നത്, ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് സിംഗിൾട്ടൺ സെറ്റ് ആയിരിക്കും എന്നാണ് ഈ റിസൾട്ട് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഈ സീക്വൻസ് എന്താണ്, വിച്ച് ഈസ് എ നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽസ് ആണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് പറയാം, ആ ഒരു ഇൻ്റർസെക്ഷൻ നോൺ എംപ്റ്റി ആയിരിക്കും. ആൻഡ് ഈ സീക്വൻസിലുള്ള ഇൻ്റർവെൽസിൻ്റെ ലെങ്ത് എന്താണ് 0 കൺവേർട്ട് ചെയ്യുന്നുണ്ട്, ഡയമീറ്റർ 0 കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സോ അതിൽ നിന്ന് നമ്മൾക്ക് എന്ത് പറയാം, ഇൻ്റർസെക്ഷനിൽ ഈ ഒരു ഇൻ്റർസെക്ഷനിൽ ഒരൊറ്റ എലമെൻറ്റേ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ആ എലമെൻറ്റിന് P എന്നും Q എന്നും ഡിനോട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ Pയും Qയും റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ P എന്ന് പറയുന്നത് എന്താണ്, ഈ എല്ലാ ഇൻ്റർവെൽസിലും ഉണ്ട്. Q എന്ന് പറയുന്നത് എല്ലാ ഇത്തരത്തിലുള്ള ഇൻ്റർവെൽസിലും ഉണ്ട്. അപ്പോൾ PQ എന്ന് പറയുന്നത് എന്തിലുണ്ടായിരിക്കും, QN-ലുണ്ടായിരിക്കും. ഫോർ ഓൾ n PQ എന്ന് പറയുന്നത് QN-ലുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടി, ഈ ഒരു ഇൻ്റർസെക്ഷനിൽ PQ എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ടായിരിക്കും. So PQ belongs to the member O of open cover O. അപ്പോൾ PQ എന്ന് പറയുന്നത് എന്താണ്, എന്തായാലും RN-ലുള്ള ഒരു എലമെൻ്റാണ്, R2-ലുള്ള ഒരു എലമെൻ്റാണ്. R2-ലുള്ള അതായത് ഈ ഒരു ഇൻ്റർസെക്ഷനിലുള്ള എലമെൻ്റ് ആയതുകൊണ്ട് PQ ബിലോങ്സ് ടു നമ്മൾക്ക് എന്താണ് QN ഫോർ ഓൾ n ആണ്. അപ്പോൾ O എന്ന് പറയുന്നത് QN-ൻ്റെ ഒരു ഓപ്പൺ കവറാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം, QN-ലുള്ള ഒരു എലമെൻ്റായ PQ എവിടെ ഉണ്ടെന്ന് പറയാം, ഈ ഓപ്പൺ കവറിലുള്ള ഒരു എലമെൻറ്റിലുണ്ടെന്ന് പറയാം, ആണല്ലോ. സോ PQ ബിലോങ്സ് ടു സം ഓപ്പൺ സെറ്റ് ഇൻ O എന്ന് കിട്ടി. ഓക്കെ, ഓയിലുള്ള സം ഓപ്പൺ സെറ്റ് O എന്ന് കിട്ടി. അപ്പോൾ എന്താണ്, PQ ബിലോങ്സ് ടു O എന്ന് കിട്ടി. അപ്പോൾ ഫോർ സം ഇൻഡിജർ നമ്മൾക്ക് എന്ത് പറയാം, ആക്ച്വലി പറയുകയാണെങ്കിൽ QN-ൻ്റെ സൈഡ് ലെങ്ത്ത് 0 കൺവേർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ സ്ക്വയർ കൺസിഡർ ചെയ്തപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അടുത്ത സ്റ്റെപ്പിൽ ഞാനിപ്പോൾ ഇതിനെ Q1 എന്ന് പറയുന്നത് ഈ ഒരു സ്ക്വയർ ആക്കി എടുത്തു. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ ഇതുപോലെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ 4 ഒന്നാണ് Q2 ആയിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ അതിനെ ഇത് Q2
ഈ ഈ സ്മോൾ ഇൻ്റർവെലിനെ Q1 എന്നെടുത്തു. അതിലുള്ള ഈ ഒരു സ്ക്വയറിനെ Q2 എന്നെടുത്തു. ദെൻ Q2നെ ഇതുപോലെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് Q3 കിട്ടും. ദെൻ Q3നെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് Q4 കിട്ടും. ദെൻ Q4നെ ഡിവൈഡ് ചെയ്യും. അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകുന്നവരാണ് നമുക്ക് QNs കിട്ടുന്നത് അല്ലേ. അപ്പോൾ ആക്ച്വലി പറഞ്ഞാൽ ഈ ഒരു QNs എന്താണ്, ചെറുതായി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇൻ്റർസെക്ഷനിലാണ് നമ്മൾക്ക് എന്ത് വരുന്നത്, ഈ ഒരു പോയിൻ്റ് PQ എന്ന് പറഞ്ഞിട്ടുള്ളത് വന്നിരിക്കുന്നത് അല്ലേ. ഈ ഒരു പോയിൻ്റ് ഇതിൻ്റെ എല്ലാം ഇൻ്റർസെക്ഷനിലാണ് നമ്മൾക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിതാ ഇവിടെ മാർക്ക് ചെയ്തു ആ ഒരു പോയിൻ്റ് PQ. ഓക്കെ, PQ നമ്മൾക്ക് എവിടെ ഉണ്ട്, ഇതാ ഇവിടെ ഉണ്ടെന്ന് കരുതുക. ഈ ഒരു പോയിന്റിലുണ്ട് PQ. ഇതാണ് PQ എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഓപ്പൺ കവറിലുള്ള ഒരു ഓപ്പൺ സെറ്റ് ഓയിൽ കണ്ടെയ്ൻഡ് ആണെന്ന് കിട്ടി അല്ലേ. ഞാനിപ്പോൾ ഇതാണ് ആ ഒരു ഓപ്പൺ സെറ്റ് എന്ന് കരുതുക. അപ്പോൾ നമ്മൾക്ക് ആ ഒരു സ്ക്വയർ എന്താണ്, ആ ഒരു ലെങ്ത്ത് 1/2n അല്ലേ സൈഡ് ലെങ്ത് ആയിട്ട് വരുന്നത്. അപ്പോൾ n സഫിഷ്യൻ്റ്ലി ലാർജ് ചൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 1/2n അത്രയും ചെറുതാവും. അപ്പോൾ 1/2n അത്രയും സ്മോൾ ആവുന്നേരം QN എന്ന് പറയുന്നത് എന്താണ്, എനിക്ക് ഈ ഒരു ഓപ്പൺ സെറ്റിൽ കണ്ടെയ്ൻഡ് ആവുന്ന രീതിയിൽ കിട്ടും അല്ലേ. അപ്പോൾ അതാണ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നോക്കിക്കോ, ഇതാ PQ belongs to some member O of open cover O എന്ന് കിട്ടി. But since the diameter of the squares QN approaching to 0, we can, by choosing a sufficiently large n, we can say that QNs are contained in O for all n greater than or equal to a natural number n എന്ന് നമ്മൾക്ക് പറയാൻ പറ്റും അല്ലേ. പക്ഷേ അപ്പോൾ ഞാൻ ഈ ഒരു QN എന്ന് പറയുന്നത് കണ്ടെയ്ൻഡ് ഇൻ O ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n എന്ന് കിട്ടിയല്ലോ. ഇനി ഇവിടെ നോക്കുക, നമ്മൾക്ക് O എന്ന് പറയുന്നത് ഓപ്പൺ കവറായിരുന്നു. നമ്മൾ QIs എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ Oയ്ക്ക് ഓയുടെ ഒരു ഫൈനൈറ്റ് സബ് കവർ പോലും QIനെ കവർ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓരോ സ്റ്റെപ്പിലും Q1ഉം Q2ഉം Q3 ഒക്കെ ഡിഫൈൻ ചെയ്തത്. പക്ഷേ ഇവിടെ നിന്നിപ്പോൾ എന്ത് കിട്ടി, ഒരു പെർട്ടിക്കുലർ എന്നിന് ശേഷം ഏത് നാച്ചുറൽ നമ്പർ n എടുത്താലും അതിന് കറസ്പോണ്ടിങ് ഉള്ള QN എല്ലാം ഈ ഒരു സിംഗിൾ എലമെൻറ്റിൽ തന്നെ കണ്ടെയ്ൻഡ് ആണ്. അപ്പോൾ ഞാൻ സിംഗിൾട്ടൺ സെറ്റ് O എടുത്തു കഴിഞ്ഞാൽ ഇതെന്തായിത്തീരും, QNൻ്റെ ഒരു ഫൈനൈറ്റ് സബ് കവർ ഡിറൈവ്ഡ് ഫ്രം O ആയിത്തീരും. പക്ഷേ നമ്മളുടെ ഡെഫിനിഷൻ പ്രകാരം അങ്ങനെ ഒരു ഫൈനൈറ്റ് സബ് കവർ പോലും Oയ്ക്ക് ഉണ്ടാവില്ല എന്നാണുള്ളത്. സോ ഇതെന്താണ്, ഒരു കോൺട്രഡിക്ഷനിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എന്ത് അസ്യൂം ചെയ്തപ്പോഴാണ് കോൺട്രഡിക്ഷൻ കിട്ടിയത്, I2 കോമ്പാക്റ്റ് അല്ലെന്ന് അസ്യൂം ചെയ്തപ്പോഴാണ് കോൺട്രഡിക്ഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്ത് കിട്ടി, നമ്മൾക്ക് I2 എന്തായാലും കോമ്പാക്റ്റ് ആയിരിക്കണം. സോ ഏത് യൂണിറ്റ് R2യിലുള്ള യൂണിറ്റ് സ്ക്വയേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്, കോമ്പാക്റ്റ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇൻ ജനറൽ INൻ്റെ അകത്തും എന്ത് പറയാം, ഏതൊരു n³ എടുത്തു കഴിഞ്ഞാലും അതെല്ലാം തന്നെ എന്തായിരിക്കും, കോമ്പാക്റ്റ് ആയിരിക്കും. Rnൽ നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന IN എന്ന് പറയുന്ന സെറ്റ് കോമ്പാക്റ്റ് ആണ്. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ തിയറം 6.11 ആണ്. അതായത് Rnൻ്റെ ഒരു സെറ്റ് കോമ്പാക്റ്റ് ആവാനുള്ള ഇഫ് ആൻഡ് ഓൺലി കണ്ടീഷൻ. എ സബ്സെറ്റ് A of Rn is compact if and only if it is closed and bounded. അപ്പോൾ നമ്മൾക്ക് എന്താണ്, Rnൻ്റെ ഒരു സബ്സെറ്റ് കോമ്പാക്റ്റ് ആവാനുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ എന്താണ്, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സപ്പോസ് ദാറ്റ് A ഈസ് കോമ്പാക്റ്റ്. A കോമ്പാക്റ്റ് ആണെന്ന് എടുത്തു. ഇനി നമ്മൾക്ക് A ക്ലോസ്ഡ് ആണ് ബൗണ്ടഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ A കോമ്പാക്റ്റ് ഇൻ Rn ആണെന്ന് എടുത്തു ആൻഡ് Rn ഹൗസ്ഡ് ഓഫ് സ്പേസ് ആണ്. അപ്പോൾ നമ്മൾക്ക് എന്തറിയാം, ഒരു ഹൗസ്ഡ് ഓഫ് സ്പേസിലുള്ള ഏത് കോമ്പാക്റ്റ് സെറ്റ് എടുത്താലും അതെല്ലാം ക്ലോസ്ഡ് ആണ്. അപ്പോൾ അത് പ്രകാരം
നമ്മൾക്ക് എന്താണ് ഇവിടെ എ ഈസ് എ കോമ്പാക്ട് സെറ്റ് ഇൻ ദ ഹൗസ്ഡോർ സ്പേസ് Rn ആയതുകൊണ്ട് എ എന്തായിരിക്കണം, ക്ലോസ്ഡ് ആയിരിക്കണം. Therefore A is closed in Rn. Now consider theta is theta അല്ല O ആണ്. O is equal to the set of all open balls which are centered at 0 and radius n. For each n is equal to 1 to infinity. ഇത്തരത്തിലുള്ള ഓപ്പൺ ബോൾസിൻ്റെ കളക്ഷൻ എടുക്കുക. അപ്പോൾ നമ്മൾക്ക് എന്തറിയാം, ഇത് മൊത്തത്തിൽ R2ൻ്റെ തന്നെ ഒരു ഓപ്പൺ കവറാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു സബ്സെറ്റിൻ്റെയും ഓപ്പൺ കവറായിട്ട് വരും. സോ ഇവിടെ ഈ എടുത്തിരിക്കുന്നത് എയുടെ ഒരു ഓപ്പൺ കവറാണ്. അപ്പോൾ എ കോമ്പാക്റ്റ് എന്നല്ലേ എടുത്തിരിക്കുന്നത്. അപ്പോൾ എ കോമ്പാക്റ്റ് ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം, ഈ ഒരു ഓപ്പൺ കവറിന് എന്തായാലും ഒരു ഫൈനൈറ്റ് സബ് കവർ എക്സിസ്റ്റ് ചെയ്യണം അല്ലേ. സോ ലെറ്റ് O is equal to the set of all open balls which consist of all open balls centered at 0 and radius n for each n in n, which will be a open cover for A, and since A is compact, O must have a finite subcover. Okay, അപ്പോൾ ഇതിനൊരു ഫൈനൈറ്റ് സബ് കവർ എന്തായാലും എക്സിസ്റ്റ് ചെയ്യണം എന്ന് കിട്ടി. അപ്പോൾ ഞാൻ സം എ എടുത്തു. ഇതാണ് എ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് എന്താണ്, 0 സെൻറ്ററും 1 റേഡിയസ് ഉള്ള ബോള്, 2 റേഡിയസ് ഉള്ള ബോള്, 3 റേഡിയസ് ഉള്ള ബോള്, 4 റേഡിയസ് ഉള്ള ബോള്, 5 റേഡിയസ് ഉള്ള ബോള്, ഇങ്ങനെ നാച്ചുറൽ നമ്പർ ഏതെടുത്താലും ആ റേഡിയസ് ഉള്ള ബോൾസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മൊത്തം യൂണിയൻ എടുത്താൽ തന്നെ എനിക്ക് R2 കിട്ടുന്നുണ്ട്. അപ്പോൾ എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ R2 ആയതുകൊണ്ട് എന്താ പറയുക, നമുക്ക് എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ യൂണിയൻ ഓഫ് ഓൾ ബോൾസ് n is equal to 1 to infinity b of 0 n എന്ന് പറയാം. അപ്പോൾ എന്ത് കിട്ടി, ഈ പറഞ്ഞിരിക്കുന്ന കളക്ഷൻ എയുടെ ഒരു ഓപ്പൺ കവറാണെന്ന് കിട്ടി. ഇനി എ കോമ്പാക്റ്റ് ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം, ഈ ഓപ്പൺ കവറിന് എന്തായാലും ഒരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ടായിരിക്കണം. അതായത് നമ്മൾക്ക് ഈ ഓപ്പൺ കവറിലുള്ള സം ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് കൊണ്ട് കവർ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതിൽ നിന്ന് ഫൈനൈറ്റ് നമ്പർ ഓഫ് ബോൾസ് അല്ലേ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് ബോൾസിൻ്റെ യൂണിയൻ എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് കിട്ടും, ആ ഒരു യൂണിയൻ തന്നെ നമ്മൾക്ക് എന്താണ്, ഒരു ബൗണ്ടഡ് സെറ്റാണ് അല്ലേ. അതിൻ്റെ ഉള്ളിലുള്ള ഏത് പോയിൻ്റ്, ഇപ്പോൾ റേഡിയസ് ഇവിടെ ഇപ്പോൾ ഇത് 5 1 2 3 4 5 അല്ലേ. അപ്പോൾ ഈ 5 റേഡിയസിൻ്റെ ഉള്ളിലുള്ള ഏത് പോയിൻ്റ് എടുത്താലും ആ പോയിൻറ്റ്സിൻ്റെ എല്ലാം ലെങ്ത് എന്താണ് വരിക, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നല്ലേ വരിക. അപ്പോൾ ഇവിടെ നമ്മൾക്ക് അറിയത്തില്ല, ഞാനിപ്പോൾ ഈ വരച്ചിരിക്കുന്നത് നമ്മൾക്ക് എന്താണ്, ആ ഒരു 5 ബോൾസ് എടുത്തപ്പോൾ തന്നെ അതിൻ്റെ തന്നെ യൂണിയനിൽ 5ഉം വേണ്ട, ഈ ഫസ്റ്റ് 4 ബോൾസ് എടുത്തപ്പോൾ അതിൽ തന്നെ എന്ത് കണ്ടെയ്ൻഡ് ആയിട്ട് വരുന്നുണ്ട്, എ കണ്ടെയ്ൻഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ബി ഓഫ് 01 ബി ഓഫ് 02 ബി ഓഫ് 03 ബി ഓഫ് 04 അത് എ ഫൈനൈറ്റ് സബ് കവർ ഫോർ എ ആവുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ വരച്ചിരിക്കുന്നതിൽ ഇങ്ങനെയാണെങ്കിലും നമ്മൾക്ക് ഇൻ ജനറൽ എന്താണ്, സം ഫൈനൈറ്റ് ഓപ്പൺ ബോൾസിൻ്റെ യൂണിയനിൽ ഈ ഒരു എ കണ്ടെയ്ൻഡ് ആണെന്ന് കിട്ടും. അപ്പോൾ എന്താണ്, ആ ഒരു ഓപ്പൺ ബോൾ എന്തായിരിക്കണം, ഇവിടെ പറഞ്ഞില്ലേ ഇപ്പോൾ ഈ ഒരു ബോളിൻ്റെ ഉള്ളിലുള്ള ഏത് പോയിൻ്റ് എടുത്താലും അതിനെല്ലാം നോം എക്സ് ലെസ് ദാൻ 5 ആയിരിക്കണം. അതായത് അത് ബൗണ്ടഡ് ആയിരിക്കണം എല്ലാ പോയിൻറ്റ്സും. അപ്പോൾ എയിലുള്ള പോയിൻറ്റ്സും ബൗണ്ടഡ് ആണെന്ന് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെയും ഒരു ഫൈനൈറ്റ് സബ് കവർ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട്, ഇവിടെ എക്കൊരു ഫൈനൈറ്റ് സബ് കവർ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് എന്തായിരിക്കണം, എ ബൗണ്ടഡ് ആയിരിക്കണം. സപ്പോസ് അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി, എ കോമ്പാക്റ്റ് ആയതുകൊണ്ട് എ ക്ലോസ്ഡ് ആണെന്ന് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു, ആൻഡ് ഇപ്പോൾ എ ബൗണ്ടഡ് ആണെന്നും കിട്ടി. ഇനി തിരിച്ച് എ ക്ലോസ്ഡും ബൗണ്ടഡും ആയതുകൊണ്ട് എ കോമ്പാക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഫോർ ദാറ്റ് സപ്പോസ് നൗ ദാറ്റ് എ ഈസ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ്, വി നീഡ് ടു പ്രൂവ് ദാറ്റ് എ ഈസ് കോമ്പാക്റ്റ്. അപ്പോൾ എ കോമ്പാക്റ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. And since A is bounded, we can find a positive number m such that norm x less than or equal to m for all x in A. അപ്പോൾ ബൗണ്ടഡ്നെസ്സിൻ്റെ ഡെഫിനേഷൻ പ്രകാരം നമ്മൾക്ക് എന്ത് പറയാം, ഈ ഒരു എയിലുള്ള ഏത് പോയിൻ്റ് എടുത്താലും ആ പോയിൻറ്റിനെല്ലാം തന്നെ നോം വാല്യൂ എന്തായിരിക്കും, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആയിരിക്കും. അത് ബൗണ്ടഡ്നെസ്സിൻ്റെ ഡെഫിനേഷൻ വെച്ചിട്ട് നമ്മൾക്ക് കിട്ടുന്നതാണ്.
അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ ഓക്കെ ഞാൻ R2ലാണ് ഇപ്പോൾ ജസ്റ്റ് വരച്ച് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എ എന്ന് പറയുന്നൊരു സെറ്റ് എടുത്തു, ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആണ്. അപ്പോൾ ഈ സെറ്റിലുള്ള ഏത് പോയിൻ്റ് എടുത്താലും അതിൻ്റെ എല്ലാം തന്നെ നോൺ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണെന്ന് എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു സെറ്റ് എ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇതാ ഇങ്ങനെ എന്താണ്, ഞാനിപ്പോൾ ഇത് മൈനസ് എമ്മും ഇത് എമ്മും ഇത് മൈനസ് എമ്മും ഇത് എം എടുത്തു ആക്സിസിലുള്ള പോയിൻ്റ്. അപ്പോൾ എനിക്ക് മൈനസ് എം ക്ലോസ് ഇൻ്റർവൽ മൈനസ് എം ക്രോസ് മൈനസ് എം ഇങ്ങനെ ഇത് രണ്ട് ക്രോസ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്താണ്, ഇങ്ങനെ ഒരു സ്ക്വയറാണ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ ആ സ്ക്വയറിൻ്റെ അകത്ത് ഈ സ്ക്വയറിൻ്റെ ഉള്ളിലുള്ള എല്ലാ പോയിൻറ്റ്സിനും എന്താണ് നോം വാല്യൂ എന്ന്, നോം ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതായത് മൈനസ് എം ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ് ഫോർ ഓൾ നോം ഹിയർ ഇത് നമുക്ക് റിയൽ നമ്പറിൽ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആവുന്നപ്പോഴാണ് ഈ റെക്റ്റാങ്കിളിലുള്ള ഈ ക്ലോസ്ഡ് സ്ക്വയറിലുള്ള എല്ലാ പോയിൻറ്റ്സിനും നോം വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിൻ്റ് എക്സ് വിത്ത് നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം എടുക്കുകയാണെങ്കിൽ ആ എക്സ് എന്താണ്, ഈ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിലായിരിക്കണം ലൈ ചെയ്യുന്നത്. അപ്പോൾ എയിലുള്ള എല്ലാ പോയിൻറ്റ്സിനും നോം വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആയതുകൊണ്ട് എ എന്ന് പറയുന്ന സെറ്റും എന്തായിരിക്കണം, ഈ ഒരു സ്ക്വയറിൻ്റെ ഉള്ളിലായിരിക്കണം, അതായത് ഈ ഒരു ക്യൂബിൻ്റെ ഉള്ളിലായിരിക്കണം. നമ്മളുടെ 2 ക്യൂബ് എന്ന് വേണമെങ്കിൽ R2ൽ പറയാം. പക്ഷേ ഇൻ ജനറൽ ഇതിപ്പോൾ ഞാൻ R2ൽ ഒന്ന് വരച്ച് കാണിച്ചതാണ്. ഇൻ ജനറൽ നോം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ഫോർ ഓൾ എക്സ് ഇൻ എ ആയതുകൊണ്ട് ലെറ്റ് ജെ എൻ ബി ദ ക്യൂബ് ഇൻ Rn such that each of his coordinate subspaces is the interval minus m. ഇത് J2 ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. J2 എന്ന് പറയുന്നത് എന്താണ്, -mm ക്രോസ് -mm ആണ്. അപ്പോൾ ഇൻ ജനറൽ Rnൽ നമ്മൾക്ക് എന്ത് പറയാം, Jn ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇവിടെ J2 ഡിഫൈൻ ചെയ്തതുപോലെ Jn ഡിഫൈൻ ചെയ്യാൻ പറ്റും. Jn എന്താണ്, അതിൻ്റെ ഈച്ച് ഓഫ് കോർഡിനേറ്റ് സബ്സ്പേസസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഈ ഒരു ഇൻ്റർവെല്ലായിരിക്കണം. അതായത് ഈ ഇൻ്റർവെൽസിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് n ടൈംസ് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും Jn എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ Jn is equal to എങ്ങനെ എഴുതാം നമുക്കപ്പോൾ, ദ ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് I is equal to 1 to n ai bi എന്ന് എഴുതാം. വേറെ ai bi എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്, -mm ഈക്വലാണ് അല്ലേ? നമ്മളിവിടെ ഇപ്പോൾ J2 എന്ന് പറയുന്നത് -mm ക്രോസ് -mm ആണ്. അത് ഒന്ന് എടുത്തിരിക്കുന്നത് എക്സ് ആക്സിസിലും മറ്റൊന്ന് എടുത്തിരിക്കുന്നത് വൈ ആക്സിസിലാണ്. ആ ഡിഫറെൻറ്റ് ആക്സിസ് ആണെന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിനെ പ്രത്യേകം AIBI എന്ന് തന്നെ എടുത്തിരിക്കുന്നത്. AIBI എന്ന് പറയുന്നത് ith കോർഡിനേറ്റിൽ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് Jn ഇങ്ങനെ എഴുതാൻ പറ്റും. ആൻഡ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും, വിച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് Jn ആയിരിക്കും. ഇവിടെ ഇപ്പോൾ നമ്മൾക്ക് എ എന്ന് പറയുന്നത് J2ൻ്റെ സബ്സെറ്റാണെന്ന് കിട്ടിയില്ലേ, അതുപോലെ എ എന്ന് പറയുന്നത് Jnൻ്റെ സബ്സെറ്റായിരിക്കും. ഇനി ഞാൻ ഇത്തരത്തിൽ ഏത് Jn എടുത്താലും അതെല്ലാം നമ്മൾക്ക് തൊട്ട് മുന്നേ പറഞ്ഞിരിക്കുന്ന യൂണിറ്റ് n ക്യൂബിൻ്റെ എന്തായിട്ട് വരും, യൂണിറ്റ് n ക്യൂബുമായിട്ട് ഹോമിയോമോർഫിക്കാണ്. ഏത് n ക്യൂബ് എടുത്താലും അതെല്ലാം ഹോമിയോമോർഫിക്കാണ്. അപ്പോൾ അത് പ്രകാരം നമ്മൾക്ക് ഇവിടെ Jnഉം In ഹോമിയോമോർഫിക്കാണ്. അപ്പോൾ In കോമ്പാക്റ്റ് ആയതുകൊണ്ട് Jnഉം കോമ്പാക്റ്റ് ആണ്. സോ നമ്മളിവിടെ ഇപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ Jn എന്താണ്, വിച്ച് ഈസ് കോമ്പാക്റ്റ് ആണ്. ആൻഡ് എ എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ഈസ് എ ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് ദിസ് കോമ്പാക്റ്റ് സെറ്റ് ആണ്. ഓക്കെ, അതെങ്ങനെ ക്ലോസ്ഡ് സബ്സെറ്റ് ആയിരിക്കുന്നത്, നമ്മൾക്ക് എ എന്ന് പറയുന്നത് ഓൾറെഡി Rnൽ ക്ലോസ്ഡ് ആണ്. ആൻഡ് എ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് Jn ആണ്. അപ്പോൾ നമ്മൾക്ക് എ ഇൻ്റർസെക്ഷൻ Jn എന്ന് പറയുന്നത് എ തന്നെയായിരിക്കും. അപ്പോൾ എ ക്ലോസ്ഡ് ഇൻ Rnഉം
എ സബ്സെറ്റ് ഓഫ് ജെ എൻ ആയതുകൊണ്ട് നമുക്ക് എ ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ജെ എൻ എന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് പറയാം? അപ്പോൾ നമ്മൾക്ക് എക്സും വൈയും എടുത്തു. എക്സിൻ്റെ സബ്സ്പേസ് ആണ് വൈ എങ്കിൽ വൈയിലൊരു സെറ്റ് ക്ലോസ്ഡ് ആവണമെങ്കിൽ അത് ഏത് ഫോമിലായിരിക്കണം? ഫോർ സം ക്ലോസ്ഡ് ഇൻ്റർവൽ ഡി ഇൻ എക്സ് ഡി ഇൻ്റർസെക്ഷൻ വൈ എന്ന് പറയുന്ന ഫോമിലായിരിക്കണം. അപ്പോൾ അതുപോലെ ഇവിടെ എ എന്ന് പറയുന്നത് ആർ എന്നിൽ എന്താണ്? ക്ലോസ്ഡ് ആണ്. ആൻഡ് എ ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ജെ എൻ എന്ന് കിട്ടി. സോ എ എന്ന് പറയുന്നത് ജെ എന്നിൽ ക്ലോസ്ഡ് ആണെന്ന് കിട്ടി. അപ്പോൾ ജെ എൻ ക്ലോസ്ഡും എ ഈസ് ക്ലോസ്ഡ് ഇൻ ജെ എന്നും ആയതുകൊണ്ട് എന്തായി? എ ഈസ് കോമ്പാക്റ്റ് ഇൻ ജെ എൻ എന്ന് കിട്ടി. അപ്പോൾ ജെ എന്നിൽ കോമ്പാക്റ്റ് ആയതുകൊണ്ട് അതെന്തായിരിക്കും? ആർ എന്നിലും കോമ്പാക്റ്റ് ആയിരിക്കും. സോ നമ്മൾക്ക് എന്ത് കിട്ടി? A subset A of Rn is compact if and only if it is closed and bounded എന്ന് കിട്ടി. ഇത് നമ്മളൊരു പുതിയ കൺസെപ്റ്റാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, കൗണ്ടബിളി കോമ്പാക്റ്റ്. അപ്പോൾ എ ടോപ്പോളജിക്കൽ സ്പേസ് എക്സ് ഈസ് കൗണ്ടബിളി കോമ്പാക്റ്റ് if every countable open cover of X has a finite subcover. നമ്മൾ കോമ്പാക്റ്റ് ആവണമെങ്കിൽ ഏത് ഓപ്പൺ കവർ എടുത്താലും അതിനെല്ലാം എന്തുണ്ടായിരിക്കണം? ഫൈനൈറ്റ് സബ് കവർ ഉണ്ടായിരിക്കണം. അതാണ് കോമ്പാക്ട്നെസ്സിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. കൗണ്ടബിളി കോമ്പാക്റ്റ് ആവണമെങ്കിൽ എന്തുണ്ടായാൽ മതി? ഏത് കൗണ്ടബിൾ ഓപ്പൺ കവർ എടുത്താലും, ഏത് ഓപ്പൺ കവറും വേണമെന്നില്ല, ഏത് കൗണ്ടബിൾ ഓപ്പൺ കവർ എടുത്താലും അതിന് ഫൈനൈറ്റ് സബ് കവർ ഉണ്ടായാൽ മതി. എല്ലാ കൗണ്ടബിൾ ഓപ്പൺ കവേഴ്സിനും ഫൈനൈറ്റ് സബ് കവർ ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൗണ്ടബിളി കോമ്പാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. എവറി കോമ്പാക്റ്റ് സ്പേസ് ഈസ് കൗണ്ടബിളി കോമ്പാക്റ്റ്. ഒരു സ്പേസ് കോമ്പാക്റ്റ് ആണെങ്കിൽ അതിനെ കൗണ്ടബിളി കോമ്പാക്റ്റ് എന്നും പറയാം. കാരണം എക്സ് കോമ്പാക്റ്റ് ആയതുകൊണ്ട് ബൈ ദ ഡെഫിനിഷൻ ഓഫ് കോമ്പാക്ട്നെസ് എല്ലാ ഓപ്പൺ കവറിനും ഫൈനൈറ്റ് സബ് കവർ ഉണ്ടായിരിക്കും. അപ്പോൾ ഇൻ പെർട്ടിക്കുലർ ഞാൻ കൗണ്ടബിൾ ഓപ്പൺ കവർ എടുക്കുകയാണെങ്കിലും എന്തായിരിക്കും? അതിനും ഫൈനൈറ്റ് സബ് കവർ ഉണ്ടായിരിക്കും. സോ എക്സ് ഈസ് കൗണ്ടബിളി കോമ്പാക്റ്റ്. അപ്പോൾ എല്ലാ കോമ്പാക്റ്റ് സ്പേസും കൗണ്ടബിളി കോമ്പാക്റ്റ് ആണ്. ഇനി കൗണ്ടബിൾ കോമ്പാക്ട്നെസ് ഈസ് എ ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി. ഏതെങ്കിലും ഒരു സ്പേസ് എക്സ് കൗണ്ടബിളി കോമ്പാക്റ്റ് ആണെങ്കിൽ അതിനോട് ഹോമിയോമോർഫിക് ആയിട്ട് വരുന്ന ഏത് സ്പേസ് വൈ എടുത്താലും അതും കൗണ്ടബിളി കോമ്പാക്റ്റ് ആയിരിക്കും. ഇനി ലാസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? നമ്മൾക്കിപ്പോൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്തു കോമ്പാക്റ്റ് ആണെങ്കിൽ ആ ഒരു സ്പേസ് കൗണ്ടബിളി കോമ്പാക്റ്റ് ആണ്. പക്ഷേ ഒരു സ്പേസ് കൗണ്ടബിളി കോമ്പാക്റ്റ് ആണെങ്കിൽ ആ സ്പേസ് കോമ്പാക്റ്റ് ആവണമെന്നില്ല. നമ്മൾ മുൻപോട്ട് പോകുന്നത് കുറച്ച് റിസൾട്ട്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് എഗെയിൻ ഒരു ഡെഫിനിഷനാണ് വരുന്നത്, ലിൻഡ്ലോഫ് പ്രോപ്പർട്ടി. അപ്പോൾ ലിൻഡ്ലോഫ് പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. A space X has the Lindelof property or it is Lindelof space. ഒരു സ്പേസിന് ഈ ഒരു നെയിം വരുന്നൊരു പ്രോപ്പർട്ടി ലിൻഡ്ലോഫ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയണം എങ്കിൽ അല്ലെങ്കിൽ അതൊരു ലിൻഡ്ലോഫ് സ്പേസ് ആണ് എന്ന് പറയണമെങ്കിൽ എന്ത് കണ്ടീഷൻ ഉണ്ടായിരിക്കണം? എവറി ഓപ്പൺ കവർ ഓഫ് എക്സ് ഹാസ് എ കൗണ്ടബിൾ സബ് കവർ. ഏത് ഓപ്പൺ കവർ എടുത്താലും അതിന് ഫൈനൈറ്റ് സബ് കവർ വേണമെന്നില്ല. കൗണ്ടബിൾ സബ് കവർ ഉണ്ടായാൽ തന്നെ, ഫൈനൈറ്റ് തന്നെ വേണമെന്നില്ല, ജസ്റ്റ് കൗണ്ടബിൾ സബ് കവർ ഉണ്ടായാൽ തന്നെ ആ ഒരു സ്പേസിന് എന്തുണ്ടെന്ന് പറയാം? ലിൻഡ്ലോഫ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയാം, അല്ലെങ്കിൽ അതൊരു ലിൻഡ്ലോഫ് സ്പേസ് ആണെന്ന് പറയാം. അപ്പോൾ ബൈ ഡെഫിനിഷൻ തന്നെ നമ്മൾക്ക് എന്ത് പറയാം? എല്ലാ കോമ്പാക്റ്റ് സ്പേസും എന്താണ്? ലിൻഡ്ലോഫ് സ്പേസ് ആണ്. അപ്പോൾ എന്താണ്? ഒരു സ്പേസ് ലിൻഡ്ലോഫ് സ്പേസ് ആണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ എല്ലാ ഓപ്പൺ കവറിനും ജസ്റ്റ് കൗണ്ടബിൾ സബ് കവർ ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റിസൾട്ടിലോട്ട് പോവാം. ഇഫ് എക്സ് ഈസ് ലിൻഡ്ലോഫ് സ്പേസ് ദെൻ എക്സ് ഈസ് കോമ്പാക്റ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് കൗണ്ടബിളി കോമ്പാക്റ്റ്. ഒരു ലിൻഡ്ലോഫ് സ്പേസ് ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ ആ സ്പേസ് കോമ്പാക്റ്റ് ആവാനുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ. ഇപ്പോൾ ഒരു ലിൻഡ്ലോഫ് സ്പേസ് കോമ്പാക്റ്റ് ആവാനുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ആ സ്പേസ് കൗണ്ടബിളി കോമ്പാക്റ്റ് ആവുക. അപ്പോൾ ഒരു ലിൻഡ്ലോഫ് സ്പേസിൽ കോമ്പാക്റ്റ് സ്പേസ് എല്ലാം കൗണ്ടബിളി കോമ്പാക്റ്റ് ആണ് ആൻഡ് കൗണ്ടബിളി കോമ്പാക്റ്റ് സ്പേസ് എല്ലാം കോമ്പാക്റ്റുമാണ്.
അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ് ലിൻലോ സ്പേസ് ആണെന്ന് എടുത്തു. ആൻഡ് ഇഫ് എക്സ് ഈസ് കോമ്പാക്റ്റ്. അപ്പോൾ എക്സ് കോമ്പാക്റ്റ് ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം, നമ്മൾ മുൻപേ ഡിസ്കസ് ചെയ്തിരിക്കുന്ന പ്രകാരം എല്ലാ കോമ്പാക്റ്റ് സ്പേസും കൗണ്ടബിളി കോമ്പാക്റ്റ് ആണ്. അപ്പോൾ ഇവിടെയും എന്താണ്, എക്സ് കോമ്പാക്റ്റ് ആയതുകൊണ്ട് എക്സ് കൗണ്ടബിളി കോമ്പാക്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി തിരിച്ച് എക്സ് കൗണ്ടബിളി കോമ്പാക്റ്റ് ആണെങ്കിൽ എക്സ് കോമ്പാക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. Now suppose x is countably compact and let O be an open cover for x. അപ്പോൾ നമ്മൾക്ക് എക്സ് കോമ്പാക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എല്ലാ ഓപ്പൺ കവറിനും ഫൈനൈറ്റ് സബ് കവർ ഉണ്ടെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ എന്തെടുത്തു, ഒരു ഓപ്പൺ കവർ ഫോർ എക്സ് ചൂസ് ചെയ്തു. അപ്പോൾ ഈ ചൂസ് ചെയ്തിരിക്കുന്ന സ്പേസ് ലിൻലോ സ്പേസ് ആയതുകൊണ്ട് എല്ലാ ഓപ്പൺ കവറിനും എന്താണ്, എന്തുണ്ടായിരിക്കും, കൗണ്ടബിൾ സബ് കവർ ഉണ്ടായിരിക്കും. അപ്പോൾ അത് പ്രകാരം ഞാനിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഓപ്പൺ കവറിന് എന്താണ്, ഒരു കൗണ്ടബിൾ സബ് കവർ ഓ ഡാഷ് ഫോർ എക്സ് എക്സിസ്റ്റ് ചെയ്യും. ഇനി ഓ ഡാഷ് എന്താണ്, കൗണ്ടബിൾ സബ് കവർ ഫോർ എക്സ് ആണ്. സോ ഓ ഡാഷിനെ തന്നെ നമ്മൾക്കൊരു ഓപ്പൺ കവറായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താണ്, ഓ ഡാഷ് ഈസ് എ കൗണ്ടബിൾ ഓപ്പൺ കവർ ഫോർ എക്സ് ആണ്. അപ്പോൾ കൗണ്ടബിളി കോമ്പാക്റ്റിൻ്റെ അകത്ത് എന്താണ് ഡെഫിനിഷൻ വരുന്നത്, എല്ലാ കൗണ്ടബിൾ ഓപ്പൺ കവറിനും ഫൈനൈറ്റ് സബ് കവർ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന എക്സ് കൗണ്ടബിളി കോമ്പാക്റ്റ് ആണെന്നല്ലേ. അപ്പോൾ അത് പ്രകാരം ഈ എടുത്തിരിക്കുന്ന കൗണ്ടബിൾ സബ് കവറിന് എന്തുണ്ടായിരിക്കും, അതിനൊരു ഫൈനൈറ്റ് സബ് കവർ ഓ ഡബിൾ ഡാഷ് ഉണ്ടായിരിക്കും. സോ ഓ ഡാഷ് ഹാസ് എ ഫൈനൈറ്റ് സബ് കവർ ഓ ഡബിൾ ഡാഷ് ഫോർ എക്സ് എന്ന് കിട്ടി. അപ്പോൾ ഈ ഓയുടെ സബ് കവറാണ് ഓ ഡാഷ്, അതായത് ഓ ഡാഷ് കണ്ടെയ്ൻഡ് ഇൻ ഓ ആണ്. ആൻഡ് ഓ ഡാഷിൻ്റെ ഒരു ഫൈനൈറ്റ് സബ് കവറാണ് ഓ ഡബിൾ ഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് കിട്ടി, ഈ ഓ ഡബിൾ ഡാഷ് എന്ന് പറയുന്നത് ഓ ആണ്. ആൻഡ് അത് എന്താണ്, എക്സിനെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്ത് പറയാം, ദെൻ ഓ ഡബിൾ ഡാഷ് ഈസ് എ ഫൈനൈറ്റ് സബ് കവർ ഡിറൈവ്ഡ് ഫ്രം ഓ അല്ലേ. ഡിറൈവ്ഡ് ഫ്രം ഓ എന്ന് വെച്ചാൽ എന്താണ്, ഓയിലുള്ള എലമെൻറ്റ്സാണ് വരുന്നത്. സോ എക്സ് ഈസ് കോമ്പാക്റ്റ്. ഇത്തരത്തിൽ ഏത് ഓപ്പൺ കവർ എടുത്താലും അതിനൊരു ഫൈനൈറ്റ് സബ് കവർ ഉണ്ട് എന്ന് കിട്ടിയത് കൊണ്ട് എക്സ് എന്തായി, കോമ്പാക്റ്റ്. ഇനി നെക്സ്റ്റ് റിസൾട്ട് തിയറം 6.13 ലിൻലോഫ് തിയറം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. എവറി സെക്കൻഡ് കൗണ്ടബിൾ സ്പേസ് ഈസ് ലിൻലോഫ്. ഒരു സ്പേസ് സെക്കൻഡ് കൗണ്ടബിൾ ആണെങ്കിൽ അത് ലിൻലോഫ് സ്പേസ് ആയിരിക്കും എന്നാണ് റിസൾട്ട് പറയുന്നത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പേസ് എക്സ് കൗണ്ടബിൾ സ്പേസ് ആണെന്ന് എടുത്തു, സെക്കൻഡ് കൗണ്ടബിൾ സ്പേസ് ആണെന്ന് എടുത്തു. അപ്പോൾ ആ ഒരു സ്പേസ് സെക്കൻഡ് കൗണ്ടബിൾ ആവണമെങ്കിൽ അതിനെന്താണ്, അതിനൊരു കൗണ്ടബിൾ ബേസിസ് എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അതെടുത്തു. ലെറ്റ് ബി ബി എ കൗണ്ടബിൾ ബേസിസ് ഫോർ എ സെക്കൻഡ് കൗണ്ടബിൾ സ്പേസ് എക്സ്. ഇനി നമ്മൾക്ക് എന്താണ്, ലിൻലോഫ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാ ഓപ്പൺ കവറിനും കൗണ്ടബിൾ സബ് കവർ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ആൻഡ് ലെറ്റ് ഒ ബി എൻ ഓപ്പൺ കവർ ഫോർ എക്സ് എന്നും എടുത്തു. ഓക്കെ, ആൻഡ് ഇനി നമ്മൾക്ക് പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എക്സിൽ നിന്ന് ഏതൊരു എലമെൻ്റ് എക്സ് എടുത്താലും ഈ ഒ എന്ന് പറയുന്നത് എക്സിൻ്റെ ഓപ്പൺ കവർ ആയതുകൊണ്ട് ഈ എക്സ് എന്ന് പറയുന്ന പോയിൻ്റ് ഒയിലുള്ളൊരു മെമ്പറിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. സോ ഫോർ ഈച്ച് എക്സ് ഇൻ എക്സ് ലെറ്റ് എ ഒ എക്സ് ബി ദ മെമ്പർ ഓഫ് ഒ കണ്ടെയ്നിങ് എക്സ്. എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ആ ഒരു മെമ്പറിനെ ഞാൻ ഒ എക്സ് എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പോൾ ഒ എക്സ് എന്താണ്, ഒ എക്സ് ഈസ് എൻ ഓപ്പൺ സെറ്റ് അല്ലേ, ഓപ്പൺ സെറ്റ് വിച്ച് കണ്ടെയ്നിങ് എക്സ്. അപ്പോൾ ഓപ്പൺ സെറ്റിൻ്റെയും ബേസിസിൻ്റെയും ഡെഫിനേഷൻ പ്രകാരം നമ്മൾക്ക് എന്ത് പറയാം, ദർ എക്സിസ്റ്റ് എൻ എലമെൻറ്റ് ബി എക്സ് ഇൻ ദിസ് ബേസിസ് ബി സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ബി എക്സ് ആൻഡ് ബി എക്സ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ഒ എക്സ്. അപ്പോൾ എന്ത് കിട്ടി നമ്മൾക്ക്, ഏത് എക്സ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ഓയിൽ ഒരു മെമ്പറെ കിട്ടി. ആൻഡ് ആ ഒരു മെമ്പറിന് കറസ്പോണ്ടിങ് എനിക്ക് എന്താണ്, ഇതാ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു ബി എക്സ് കിട്ടി. അപ്പോൾ ഈ ബി എക്സുകളുടെ കളക്ഷൻ എടുക്കുക. ഈ എക്സിന് കറസ്പോണ്ടിങ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ബി എക്സുകളുടെ കളക്ഷൻ എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്താണ്, സിൻസ് ബി എസ്, അതായത് ഞാനിപ്പം ചൂസ് ചെയ്തിരിക്കുന്ന കളക്ഷൻ എന്താണെന്ന് വെച്ചാൽ ബി എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എക്സ് ആണ്. ഞാൻ ഇപ്പോൾ ആ ഒരു ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബി എക്സുകളാണ് ഇവിടെ എടുത്തിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന ബി എക്സ് എല്ലാം ബേസിസ് ബിയിലുള്ള എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ ഒരു കളക്ഷൻ എന്താണ്, വിച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് കിട്ടും. ബി എന്താണ്, കൗണ്ടബിൾ ആണ്. അപ്പോൾ ബി കൗണ്ടബിൾ ആയതുകൊണ്ട് അതിൻ്റെ സബ്സെറ്റ് എല്ലാം കൗണ്ടബിൾ ആയിരിക്കും. സോ ഈ ഒരു സെറ്റ് എന്താണ്, അത് കൗണ്ടബിൾ ആണെന്ന് കിട്ടും. ഇനി എക്സിൽ നിന്ന് ഏത് എക്സ് എടുത്താലും അത് ബി എക്സിലുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യൂണിയൻ എക്സ് ബിലോങ്സ് ടു എക്സ് ബി എക്സ് എടുക്കുകയാണെങ്കിൽ എന്താണ്, വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. സോ ഞാൻ ഈ എഴുതിയിരിക്കുന്ന കളക്ഷൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് എ ഓപ്പൺ കവർ ഫോർ എക്സ് ആണ്. അപ്പോൾ ഓപ്പൺ കവർ ഫോർ എക്സ് ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം, കൗണ്ടബിൾ ഓപ്പൺ കവറാണ്. ദിസ് ഈസ് എ കൗണ്ടബിൾ ഓപ്പൺ കവറാണെന്ന് കിട്ടി. അപ്പോൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന ബി എക്സുകൾ എന്താണ്, കൗണ്ടബിൾ ഓപ്പൺ കവർ ഫോർ എക്സ് ആണ്. അപ്പോൾ അതായത് ആ ഒരു യൂണിയൻ ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ ഈ ബി എക്സുകൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് എങ്ങനെയായിരുന്നു, എക്സ് ബിലോങ്സ് ടു ഒ എക്സ് ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് നമുക്കൊരു ബി എക്സ് കിട്ടും, സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ബി എക്സ് കണ്ടെയ്ൻഡ് ഇൻ ഒ എക്സ്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഓരോ ബി എക്സിന് കറസ്പോണ്ടിങ് ബി എക്സ് ഓയിലുള്ള ഏത് ഒ എക്സ് ഡാഷിലാണോ കണ്ടെയ്ൻഡ് ആയിട്ട് വരുന്ന ആ ഒ എക്സ് ഡാഷുകളുടെ കളക്ഷൻ എടുക്കുക. ഓക്കെ, for each bx let ox dash be a member of O such that bx is contained in ox dash. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒ എക്സ് ഡാഷുകളുടെ കളക്ഷനെ ഒ ഡാഷ് എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഒ ഡാഷിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും, എത്ര ബി എക്സുകൾ ഈ സെറ്റിൽ വരുന്നുണ്ടോ അത്രയും എലമെൻറ്റ്സ് ഒ ഡാഷിലുണ്ടായിരിക്കും. ആൻഡ് ഈ സെറ്റ് കൗണ്ടബിൾ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒ ഡാഷും എന്തായിത്തീരും, കൗണ്ടബിൾ ആണ്. സോ ഒ ഡാഷ് കൗണ്ടബിൾ സെറ്റാണ്. ഇനി നോക്കുക, ബി എക്സ് കണ്ടെയ്ൻഡ് ഇൻ ഒ എക്സ് ഡാഷ് ഫോർ ഓൾ എക്സ് ഇൻ എക്സ് ആയതുകൊണ്ട് യൂണിയൻ യൂണിയൻ ഓഫ് ദീസ് യൂണിയൻ ഓഫ് ദീസ് ബി എക്സ് എന്ത് കിട്ടും, യൂണിയൻ ഓഫ് ദീസ് ബി എക്സ് കണ്ടെയ്ൻഡ് ഇൻ യൂണിയൻ ഓഫ് ഒ എക്സ് ഡാഷ് ആണെന്ന് പറയാം അല്ലേ. ബി എക്സ് കണ്ടെയ്ൻഡ് ഇൻ ഒ എക്സ് ഡാഷ് ആണ്. സോ രണ്ട് സൈഡിൽ യൂണിയൻ എടുത്താൽ ഈ ഒരു ഇൻക്ലൂഷൻ അങ്ങനെ തന്നെ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ യൂണിയൻ ഓഫ് ബി എക്സ് എന്താണ്, എക്സ് ആണ്. സോ എക്സ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, യൂണിയൻ ഓഫ് ഒ എക്സ് ഡാഷ് ആണെന്ന് കിട്ടും. അതായത് ഒ ഡാഷ് എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി, വിച്ച് ഇസ് എ സബ്സെറ്റ് ഓഫ് ഒ ആണ്. അപ്പോൾ അതുകൊണ്ട് വിച്ച് ഈസ് എ സബ് കവർ ഫോർ എക്സ് ആണെന്ന് കിട്ടി. ഒ ഡാഷിൽ കൗണ്ടബിൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉള്ളത് കൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം, ഒ ഡാഷ് ഈസ് എ കൗണ്ടബിൾ സബ് കവർ ഫോർ എക്സ് ഡിറൈവ്ഡ് ഫ്രം ഒ എന്ന് പറയാം. അപ്പോൾ ഏതൊരു ഓപ്പൺ കവർ എടുത്താലും അതിനെല്ലാം കൗണ്ടബിൾ സബ് കവർ ഉണ്ടെന്ന് നമ്മൾക്ക് കിട്ടി. സോ ഈ ഒരു സ്പേസ് എന്താണ്, ലിൻൽ ഓഫ് സ്പേസ് ആണ്. അപ്പോൾ എല്ലാ സെക്കൻഡ് കൗണ്ടബിൾ സ്പേസസും ലിൻൽ ഓഫ് സ്പേസസ് ആണ്. അപ്പോൾ നമുക്ക് Rn സെക്കൻഡ് കൗണ്ടബിൾ ആണെന്ന് പറയാം. അപ്പോൾ ഈ ഒരു റിസൾട്ട് വെച്ചിട്ട് Rn എന്താണ്, ലിൻൽ ഓഫ് സ്പേസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് കൺസെപ്റ്റ് ബോൾസാനോ-വിയർസ്ട്രാസ് പ്രോപ്പർട്ടി ആണ്. അപ്പോൾ ബോൾസാനോ-വിയർസ്ട്രാസ് പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. എ സ്പേസ് എക്സ് ഹാസ് the Bolzano-Weierstrass property provided that every infinite subset of x has a limit point. എന്താണ്, ഒരു സ്പേസ് എക്സിന് ബോൾസാനോ-വിയർസ്ട്രാസ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയണമെങ്കിൽ ആ ഒരു സെറ്റിലുള്ള ഏത് ഇൻഫൈനൈറ്റ് സബ്സെറ്റ് എടുത്താലും അതിനെല്ലാം ലിമിറ്റ് പോയിൻ്റ് എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, അതിനെല്ലാം ലിമിറ്റ് പോയിൻ്റ് എക്സിസ്റ്റ് ചെയ്യുമെങ്കിൽ എക്സിന് നമ്മൾ ബോൾസാനോ-വിയർസ്ട്രാസ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയും. So a space X has a Bolzano-Weierstrass property if every infinite subset of X has a limit point. ഇപ്പോൾ നമ്മൾക്ക് ഓക്കെ പ്രൂഫ് കഴിഞ്ഞിട്ട് എക്സാമ്പിൾ നോക്കാം. സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ ഒരു റിസൾട്ട് കഴിഞ്ഞിട്ട് എക്സാമ്പിൾസ് നോക്കാം. ഇനി നമ്മൾ എന്താണ് ഈ ഒരു റിസൾട്ടാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എവറി കോമ്പാക്ട് സ്പേസ് ഹാസ് ദ ബോൾസാനോ-വിയർസ്ട്രാസ് പ്രോപ്പർട്ടി എന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ്.
സപ്പോസ് ടു ദ കോൺട്രറി ദാറ്റ് എക്സ് ഈസ് കോമ്പാക്റ്റ്. അപ്പോൾ എക്സ് നമ്മൾക്ക് എന്താണ് എക്സ് കോമ്പാക്റ്റ് ആണെങ്കിൽ എക്സ് ബോൾസാനോ-വിയർസ്ട്രാസ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയണം എക്സിന്. അപ്പോൾ ഞാൻ എക്സ് കോമ്പാക്റ്റ് ആണെന്നും അസ്യൂം ചെയ്തു, പക്ഷേ എക്സിന് ഈ ഒരു പ്രോപ്പർട്ടി ഇല്ലെന്നും അസ്യൂം ചെയ്തു. അപ്പോൾ എക്സിന് ഈ ഒരു പ്രോപ്പർട്ടി ഇല്ലെന്ന് അസ്യൂം ചെയ്ത് അറ്റ് ലാസ്റ്റ് കോൺട്രഡിക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? നമ്മൾ അസ്യൂം ചെയ്തത് തെറ്റാണ്. സോ എല്ലാ കോമ്പാക്റ്റ് സ്പേസിനും ബോൾസാനോ-വിയർസ്ട്രാസ് പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും എന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എക്സ് കോമ്പാക്റ്റ് ആണ്, എന്നാൽ എക്സിന് ബോൾസാനോ-വിയർസ്ട്രാസ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നില്ല എന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ ബോൾസാനോ-വിയർസ്ട്രാസ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് അതിൻ്റെ മീനിങ് എന്താണ്? ദർ ഈസ് എൻ ഇൻഫൈനൈറ്റ് സബ്സെറ്റ് ബി ഹാവിങ് നോ ലിമിറ്റ് പോയിൻ്റ്. എക്സിന് ബോൾസാനോ-വിയർസ്ട്രാസ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് ഇൻഫൈനൈറ്റ് സെറ്റ് എടുത്താലും അതിനെല്ലാം ലിമിറ്റ് പോയിൻ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ ബോൾസാനോ-വിയർസ്ട്രാസ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? ദർ ഈസ് എൻ ഇൻഫൈനൈറ്റ് സെറ്റ് ബി ഫോർ എക്സ് വിച്ച് ഡസ് നോട്ട് ഹാസ് എനി ലിമിറ്റ് പോയിൻ്റ്. അപ്പോൾ ഞാൻ ആ ഒരു ബി ആണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ബിക്ക് എന്തില്ല? ലിമിറ്റ് പോയിൻ്റ് ഇല്ല. ഒരു സെറ്റ് ക്ലോസ്ഡ് ആവണമെങ്കിൽ ആ സെറ്റിൻ്റെ ലിമിറ്റ് പോയിൻ്റ് എല്ലാം അതേ സെറ്റിൽ തന്നെ വരണം. അപ്പോൾ ലിമിറ്റ് പോയിൻ്റേ ഇല്ലാത്തൊരു സെറ്റ് എന്തായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ ബിക്ക് ലിമിറ്റ് പോയിൻ്റ് ഇല്ലാത്തത് കൊണ്ട് ബി ക്ലോസ്ഡ് ആണ്. ആൻഡ് ബി ഈസ് ക്ലോസ്ഡ് സബ്സെറ്റ് ഓഫ് കോമ്പാക്റ്റ് സ്പേസ് ആയതുകൊണ്ട് ബി കോമ്പാക്റ്റും ആണെന്നും കിട്ടി. ഇനി നമ്മൾക്ക് എന്താണ്? ഞാൻ ബിയിലുള്ള ഓരോ എലമെൻ്റ് എക്സിനും കറസ്പോണ്ടിങ് എന്താണ്? ഒരു ഓപ്പൺ കവർ ഒ എക്സ് എടുക്കുന്നു സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ഒ എക്സും ആൻഡ് ഒ എക്സിൽ ബിയിലുള്ള വേറൊരു എലമെൻറ്റും വരാൻ പാടില്ല. ഇങ്ങനൊരു ഓപ്പൺ സെറ്റ് എക്സിസ്റ്റ് ചെയ്യുമോ എന്നതാണ് ക്വസ്റ്റ്യൻ. ഇങ്ങനൊരു ഓപ്പൺ സെറ്റ് എക്സിസ്റ്റ് ചെയ്യും. സപ്പോസ് ഞാൻ എക്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് ഓപ്പൺ സെറ്റ് എടുത്താലും ആ ഓപ്പൺ സെറ്റുകളിലെല്ലാം ബിയിലുള്ള അത് എലമെൻസും കൂടി വരികയാണെങ്കിൽ എക്സ് എന്തായിത്തീരും? ലിമിറ്റ് പോയിൻ്റ് ഓഫ് ബി ആവും അല്ലേ? ലിമിറ്റ് പോയിൻ്റ് ഡെഫിനിഷൻ എന്താണ്? എക്സിന് കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ ഓപ്പൺ സെറ്റുകളിലും എക്സ് അല്ലാതെയുള്ള ബിയിലുള്ള എലമെൻറ്റ്സ് വരികയാണെങ്കിൽ നമ്മൾ എക്സിന് ലിമിറ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ ബിക്ക് ലിമിറ്റ് പോയിൻ്റ് ഇല്ലാത്തത് കൊണ്ട് ബിയിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന പോയിൻ്റായ എക്സ് ലിമിറ്റ് പോയിൻ്റ് ആവത്തില്ല. അപ്പോൾ എക്സ് ലിമിറ്റ് പോയിൻ്റ് അല്ലാത്തത് കൊണ്ട് നമ്മൾക്ക് എന്താണ്? ഈ പറഞ്ഞ രീതിയിലൊരു ഓപ്പൺ സെറ്റ് ഒ എക്സ് കൺസിഡർ ചെയ്യാൻ പറ്റും സച്ച് ദാറ്റ് ആ ഒരു ഓപ്പൺ സെറ്റിൽ ബിയിലുള്ള എക്സ് മാത്രമേ മെമ്പറായിട്ട് വരുന്നുള്ളൂ. ബിയിലുള്ള വേറെ എലമെൻറ്റ്സ് ഒന്നും മെമ്പർ ആവുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഞാൻ എല്ലാ ഒ എക്സുകളും കൺസിഡർ ചെയ്തു. ആ ഒ എക്സുകളുടെ യൂണിയൻ എടുക്കുകയാണെങ്കിൽ ആ യൂണിയനിൽ ബി കണ്ടെയ്ൻഡ് ആയിരിക്കും. കാരണം എന്താ? ഒ എക്സിൽ ബിയിലുള്ള എലമെൻറ്റ്സ് മാത്രമല്ലല്ലോ, വേറെ എലമെൻറ്റ്സ് വരുന്നില്ലേ? സോ ബി ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ യൂണിയൻ ഓഫ് എക്സ് ബിലോങ്സ് ടു ബി ഒ എക്സ്. ആൻഡ് ബിയിൽ എത്ര എലമെൻറ്റ്സ് വരുന്നുണ്ട്? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ആ ഓരോ എലമെൻറ്റിന് കറസ്പോണ്ടിങ് നമ്മൾക്ക് യുണീക്ക് ആയിട്ടുള്ള ഒരു ഓപ്പൺ സെറ്റാണ് ഈ കളക്ഷനിൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതായത് ഈ ഒ എക്സുകളുടെ എല്ലാം കളക്ഷനെയാണ് ഞാൻ ഇവിടെ ഒ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ലെറ്റ് ഒ ബി ദ സെറ്റ് ഓഫ് ഓൾ ഒ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ബി. അപ്പോൾ ബിയിൽ നിന്ന് ഏത് എക്സ് എടുത്താലും അതിന് യുണീക്കായിട്ടൊരു ഒ എക്സ് നമ്മൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എത്ര എക്സുകളുണ്ടോ അത്രയും ഒ എക്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ബിയിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ ഒയിലും എന്താണ്? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സുകളുണ്ട്. ആൻഡ് വൺ മോർ തിങ്, ഒരു കാര്യം കൂടി നോട്ട് ചെയ്യാം. നമുക്കിവിടെ ഈ ഒരു ഒയുടെ ഒരു പ്രോപ്പർ സബ്സെറ്റ് പോലും ബിയുടെ സബ് കവർ ആവത്തില്ല. കാരണം അതായത് ഒക്ക് ഒരു സബ് കവർ പോലും ഒ ഡസ് നോട്ട് ഹാസ് എനി സബ് കവർ ഫോർ ബി. കാരണം എന്താ വെച്ചാൽ സപ്പോസ് ഞാൻ ഒയിൽ നിന്ന് ഒരൊറ്റ എലമെൻറ്റ് ഒ വൈ റിമൂവ് ചെയ്തു. ഓക്കെ, ഒ വൈ റിമൂവ് ചെയ്തിട്ട് റിമൈനിങ് കിട്ടിയ എല്ലാ ഒ എക്സുകളുടെയും കളക്ഷനെ ഞാൻ ഒ ഡാഷ് എന്ന് എടുത്തു. അപ്പോൾ ഒ ഡാഷിലുള്ള എല്ലാ എലമെൻറ്റ്സിൻ്റെയും യൂണിയൻ ഞാൻ എടുക്കുകയാണെങ്കിൽ ആ യൂണിയനിൽ എന്തുണ്ടാവില്ല? വൈ എന്ന് പറയുന്ന എലമെൻ്റ് ഉണ്ടാവില്ല അല്ലേ? അപ്പോൾ വൈ ഈ ഒരു യൂണിയനിലില്ല, പക്ഷേ വൈ എവിടെയുണ്ട്? ബിയിലുണ്ട്. സോ ബി എന്ന് പറയുന്നത് ഈ ഒരു യൂണിയനിൽ കണ്ടെയ്ൻഡ് ആയിട്ട് വരത്തില്ല. അപ്പോൾ ഒരു എലമെൻറ്റ് റിമൂവ് ചെയ്തപ്പോൾ തന്നെ അതെന്താണ്? ഓപ്പൺ കവർ ഫോർ ബി ആവുന്നില്ല.
അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് പറയാം? നമ്മളിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്ന ഓപ്പൺ കവറിന് എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല? ഒരു സബ് കവർ പോലും എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഫോർ ബി. അപ്പോൾ സബ് കവറേ ഇല്ല എന്ന സ്ഥിതിക്ക് ഫൈനൈറ്റ് സബ് കവർ ഉണ്ടാവുമോ? ഇല്ല. സോ ഓ ഡസ് നോട്ട് ഹാസ് എനി ഫൈനൈറ്റ് സബ് കവർ ഫോർ ബി. അപ്പോൾ അങ്ങനെ ഒരു ഫൈനൈറ്റ് സബ് കവർ പോലും എക്സിസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് ഓ ഓപ്പൺ കവറാണ്, പക്ഷേ അതിനൊരു ഫൈനൈറ്റ് സബ് കവർ ഇല്ല. അപ്പോൾ നമ്മൾക്ക് എന്ത് പറയാം? ബി കോമ്പാക്റ്റ് അല്ലെന്ന് പറയാം. പക്ഷെ ഓൾറെഡി നമ്മൾ എന്ത് പറഞ്ഞു? ബി ക്ലോസ്ഡ് ഇൻ ദ കോമ്പാക്ട് സ്പേസ് എക്സ് ആയതുകൊണ്ട് ബി കോമ്പാക്റ്റ് ആണ്. സോ നമ്മൾക്ക് കോൺട്രഡിക്ഷൻ കിട്ടി. അതെന്താണ് മീൻ ചെയ്യുന്നത്? നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് തെറ്റാണ്. സോ ബി സ്പേസ് കോമ്പാക്റ്റ് ആണെങ്കിൽ ആ സ്പേസ് എന്താണ്? ബോൾസാനോ വിയർസ്ട്രാസ് പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അപ്പോൾ എല്ലാ കോമ്പാക്ട് സ്പേസിലും ബോൾസാനോ വിയർസ്ട്രാസ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് കോമ്പാക്ട് സ്പേസ്, ഏത് കോമ്പാക്ട് സ്പേസിലുള്ള ഇൻഫൈനൈറ്റ് സെറ്റ് എടുത്താലും അതിനെല്ലാം ലിമിറ്റ് പോയിൻ്റ് ഉണ്ടായിരിക്കും. ഇതാണ് ഈ ഒരു റിസൾട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾക്കിനി എക്സാമ്പിൾ നോക്കാം. സോ എക്സാമ്പിൾ ഫസ്റ്റ് വൺ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽസും കോമ്പാക്റ്റ് ആണെന്ന് അറിയാം. ആൻഡ് കോമ്പാക്ട് സ്പേസ് എല്ലാം തൊട്ട് മുന്നത്തെ റിസൾട്ട് പ്രകാരം ബോൾസാനോ വിയർസ്ട്രാസ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എവറി ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽ ഹാസ് ദ ബോൾസാനോ വിയർസ്ട്രാസ് പ്രോപ്പർട്ടി എന്ന് പറയാം. ഇനി ഞാൻ ഓപ്പൺ ഇൻ്റർവെൽ എ എടുത്തു. ഇവിടെ ബോൾസാനോ വിയർസ്ട്രാസ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുമോ എന്നതാണ് ക്വസ്റ്റ്യൻ. ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽസിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൽ ഞാൻ എന്തെടുക്കുന്നു വെച്ചാൽ, ദ സീക്വൻസ് എ പ്ലസ് 1/n കൺസിഡർ ചെയ്തു. ഇതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സും ഉണ്ട്. ആൻഡ് എ പ്ലസ് 1/n എല്ലാം ഏതിലുണ്ട്? ഈ ഓപ്പൺ ഇൻ്റർവെല്ലിലുണ്ട്. ആൻഡ് ഈ ഒരു സീക്വൻസ് എങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? എസ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1/n 0 പോവും. അപ്പോൾ എ പ്ലസ് 1/n എയിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് പോയിൻ്റായിട്ട് ഈ സീക്വൻസിന്, ഈ ഒരു സെറ്റിൻ്റെ ലിമിറ്റ് പോയിൻ്റ് എന്താണ് വരുന്നത്? എ ആണ് വരുന്നത്. പക്ഷേ എ എന്ന് പറയുന്നത് ഈ ഒരു ഓപ്പൺ ഇൻ്റർവെല്ലിലില്ല. സോ ഓപ്പൺ ഇൻ്റർവെൽ എ ബി എന്താണ്? ബോൾസാനോ വിയർസ്ട്രാസ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇതിപ്പോൾ എക്ക് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഈ സീക്വൻസ് ബി മൈനസ് 1/n എടുത്താൽ ഈ എലമെൻറ്റ്സ് എല്ലാം ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ വരുന്നുണ്ട്. പക്ഷേ ഈ പോയിൻറ്റ്സിൻ്റെ, ഈ ഒരു സെറ്റിൻ്റെ, ഇൻഫൈനൈറ്റ് സെറ്റിൻ്റെ, ഇത് ഇൻഫൈനൈറ്റ് സെറ്റാണല്ലോ, ഈ ഇൻഫൈനൈറ്റ് സെറ്റിൻ്റെ ലിമിറ്റ് പോയിൻ്റായ ബി എവിടെ വരുന്നില്ല? ഈ സെറ്റിൽ വരുന്നില്ല. സോ ഈ രണ്ട് സീക്വൻസ് വെച്ചിട്ടായാലും നമ്മൾക്ക് എന്താണ്? ഓപ്പൺ ഇൻ്റർവെൽ എ ബിയിൽ ബോൾസാനോ വിയർസ്ട്രാസ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് പറയാം. ഇനി നെക്സ്റ്റ് റിയൽ ലൈന് എന്തല്ല? ബോൾസാനോ വിയർസ്ട്രാസ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. കാരണം ഞാൻ ദ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് എടുത്തു എന്ന് കരുതുക. സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് എന്താണ്? വിച്ച് ഈസ് എ ഇൻഫൈനൈറ്റ് സെറ്റാണ് ആൻഡ് കണ്ടെയ്ൻഡ് ഇൻ R ആണ്. ആൻഡ് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സിന് ഒരു ലിമിറ്റ് പോയിൻ്റ് പോലും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ്? ഈ ആറിൻ്റെ ഒരു ഇൻഫൈനൈറ്റ് സെറ്റ് കിട്ടി, അതിന് ലിമിറ്റ് പോയിൻ്റ് ആറിലില്ലെന്ന് കിട്ടി. സോ ആറും എന്താണ്? ബോൾസാനോ വിയർസ്ട്രാസ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇനി ഏതെല്ലാം സ്പേസിലും ബോൾസാനോ വിയർസ്ട്രാസ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും എന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. മെട്രിക് സ്പേസിലാണ്. ഇതൊരു ലെങ്തി പ്രൂഫാണ് വരുന്നത്. നമ്മൾ പാർട്ട് ബൈ പാർട്ടായിട്ടാണ് ഇത് പ്രൂവ് ചെയ്യുക. ഫസ്റ്റ് 2 ലെമ്മ പ്രൂവ് ചെയ്യും. അതിൽ നിന്ന് കിട്ടുന്ന പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റിസൾട്ട് കൺക്ലൂഡ് ചെയ്യുന്നത്. സോ നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു മെട്രിക് സ്പേസ് എടുത്താൽ ആ ഒരു മെട്രിക് സ്പേസ് ഈസ് കോമ്പാക്റ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഹാസ് ദ ബോൾസാനോ വിയർസ്ട്രാസ് പ്രോപ്പർട്ടി എന്നാണ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ റിസൾട്ടിൽ ഏതൊരു കോമ്പാക്റ്റ് ടോപ്പോളജിക്കൽ സ്പേസ് എടുത്താലും അതെല്ലാം തന്നെ ബോൾസാനോ വിയർസ്ട്രാസ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ അത് പ്രകാരം നമ്മൾക്ക് മെട്രിക് സ്പേസ് എടുത്താലും കോമ്പാക്റ്റ് മെട്രിക് സ്പേസ് എടുത്താലും ആ ഒരു സ്പേസ് ബോൾസാനോ വിയർസ്ട്രാസ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഇനി തിരിച്ച് ബോൾസാനോ വിയർസ്ട്രാസ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന മെട്രിക് സ്പേസ് എടുത്താൽ
അത് കോമ്പാക്റ്റ് ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ നമ്മളിത് ഡയറക്റ്റ് പ്രൂവ് ചെയ്യത്തില്ല, രണ്ട് ലെമ്മ പ്രൂവ് ചെയ്യും. ആൻഡ് അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ബോൾസൺ-വിയർസ്ട്രാസ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന മെട്രിക് സ്പേസ് എല്ലാം കോമ്പാക്റ്റ് ആണ് എന്നത് പ്രൂവ് ചെയ്യുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ലെമ്മ കൺസിഡർ ചെയ്യാം. ഈ രണ്ട് ലെമ്മയും എന്താണ്, ബോൾസൺ-വിയർസ്ട്രാസ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്പേസിലാണ് നമ്മൾക്ക് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്പേസ് എടുക്കുക, മെട്രിക് സ്പേസ് എടുക്കുക. എന്താണ്, ബോൾസൺ-വിയർസ്ട്രാസ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു മെട്രിക് സ്പേസ് എടുക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, എക്സിൻ്റെ ഏതൊരു ഓപ്പൺ കവർ O എടുത്താലും ഇതിന് കറസ്പോണ്ടിങ് നമ്മൾക്ക് ഒരു എപ്സിലോൺ എക്സിസ്റ്റ് ചെയ്യും, എ പോസിറ്റീവ് നമ്പർ എപ്സിലോൺ എക്സിസ്റ്റ് ചെയ്യും, സച്ച് ദാറ്റ് എക്സിൽ നിന്ന് ഞാൻ ഏത് പോയിൻ്റ് എക്സ് എടുത്താലും ഫോർ എനി എക്സ് ഇൻ എക്സ്, ഈ എക്സ് സെൻറ്ററായിട്ട് വരുന്ന ഓപ്പൺ ബോൾ എന്ന് പറയുന്നത് ബി ഓഫ് എക്സ് എപ്സിലോൺ എന്ന് പറയുന്ന ഓപ്പൺ ബോൾ ഈ ഓപ്പൺ കവറിലുള്ള ഏതെങ്കിലും ഒരു എലമെൻറ്റിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഈ ഒരു ഓപ്പൺ കവറിന് കറസ്പോണ്ടിങ് ഇത്തരത്തിലൊരു എപ്സിലോൺ എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അസ്യൂം ചെയ്യുന്നു, ഒരു ഓപ്പൺ കവർ O എടുത്തു. ഈ ഒരു ഓപ്പൺ കവറിന് കറസ്പോണ്ടിങ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു പോസിറ്റീവ് നമ്പർ എപ്സിലോൺ പോലും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നതിനർത്ഥം എന്താണ്? ഏത് എപ്സിലോൺ എടുത്താലും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നതിനർത്ഥം എന്താണ്? ഞാനൊരു പോസിറ്റീവ് നമ്പർ എപ്സിലോൺ എടുത്താൽ എക്സിലുള്ള സം പോയിൻ്റ് എക്സിന് ഇങ്ങനെ ഒരു ബോൾ പോലും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഈ ഒരു എപ്സിലോണിന് കറസ്പോണ്ടിങ് എനിക്കൊരു എക്സ് എപ്സിലോണ് എക്സിൽ എക്സിസ്റ്റ് ചെയ്യും, സച്ച് ദാറ്റ് എന്താണ് വരുന്നത്, ബി ഓഫ് എക്സ് എപ്സിലോൺ എന്ന് പറയുന്ന ആ ഒരു ബോള് എന്താണ്, ഓപ്പൺ കവറിലുള്ള ഒരു എലമെൻറ്റിൽ പോലും കണ്ടെയ്ൻഡ് ആയിട്ട് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇൻ പെർട്ടിക്കുലർ ഇങ്ങനെ ഈ ഒരു കണ്ടീഷൻ ഒരു പോസിറ്റീവ് നമ്പറിനെ പോലും സാറ്റിസ്ഫൈ ചെയ്യാത്തത് കൊണ്ട് നമ്മൾക്ക് എപ്സിലോൺ ഈക്വൽ ടു 1/n എടുത്താൽ അതിനും ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അപ്പോൾ ഞാൻ ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ n എപ്സിലോൺ ഈക്വൽ ടു 1/n എന്നെടുത്തു. ഓക്കെ, എപ്സിലോൺ ഈക്വൽ ടു 1/n. അപ്പോൾ എപ്സിലോൺ ഈക്വൽ ടു 1/n എടുത്താൽ നമ്മൾക്ക് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ എന്താണ്, എനിക്ക് ഈ ഒരു 1/n കറസ്പോണ്ടിങ് ദർ എക്സിസ്റ്റ്, ഇവിടെ എപ്സിലോണിന് കറസ്പോണ്ടിങ് എക്സ് എപ്സിലോൺ പറഞ്ഞതുപോലെ 1/n കറസ്പോണ്ടിങ് എനിക്ക് എന്താണ്, ഒരു xn എക്സിൽ എക്സിസ്റ്റ് ചെയ്യും, സച്ച് ദാറ്റ് ബി ഓഫ് xn 1/n ഈസ് xn 1/n ഈസ് നോട്ട് കണ്ടെയ്ൻഡ് ഇൻ എനി ഓപ്പൺ സെറ്റ് ഇൻ O. ഇങ്ങനെ നമ്മൾക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. പ്രൂഫ്, സപ്പോസ് ദിസ് ഈസ് ഫോൾസ്, then for each positive integer n there exists point xn in x for which b of xn 1/n is not a subset of any member of the open cover O. അപ്പോൾ ഈ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞിരിക്കുന്നതാണ് ഇവിടെ ഈ എഴുതിയിരിക്കുന്നത്. Now let y belongs to x. എക്സിൽ നിന്ന് ഞാനൊരു എലമെൻറ്റ് y എടുത്തു. അപ്പോൾ എക്സ് എന്താണ്, വിച്ച് ഇസ് ദ യൂണിയൻ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ ഓപ്പൺ കവർ O ആണ്. അപ്പോൾ ആ ഓപ്പൺ കവറിലുള്ള ഒരു എലമെൻറ്റിൽ y എന്തായാലും ഉണ്ടായിരിക്കും. സോ y ബിലോങ്സ് ടു uy ആൻഡ് uy ഓപ്പൺ ആയതുകൊണ്ട് നമ്മൾക്ക് എന്താണ്, ദർ എക്സിസ്റ്റ് എ പോസിറ്റീവ് നമ്പർ എപ്സിലോൺ y ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് b ഓഫ് y എപ്സിലോൺ y ഈസ് കണ്ടെയ്ൻഡ് ഇൻ uy. ഓപ്പൺ സെറ്റിൻ്റെ കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾക്ക് ഇത്തരത്തിൽ y സെൻറ്ററായിട്ട് വരുന്നൊരു ഓപ്പൺ ബോൾ uy കണ്ടെയ്ൻഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ
then we can find an n in n such that 1 by n is less than epsilon y. അപ്പോൾ നമ്മൾക്ക് എന്താണ് ഇങ്ങനെ ഈ ഒരു പോസിറ്റീവ് നമ്പർ എപ്സിലോൺ വൈ എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളും ചെറിയൊരു 1 by n നമ്മൾക്ക് എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു 1 by n കറസ്പോണ്ടിങ് b of y 1 by n എന്ന് പറയുന്നത് എന്തായിരിക്കും, വിച്ച് ഈസ് കണ്ടെയ്ൻഡ് ഇൻ b of y epsilon y ആയിരിക്കും. കാരണം എന്താണ്, 1 by n ഈസ് ലെസ് ദാൻ epsilon y ആയതുകൊണ്ട് 1 by n റേഡിയസ് ആയിട്ട് വരുന്ന ഓപ്പൺ ബോൾ കണ്ടെയ്ൻഡ് ഇൻ epsilon y റേഡിയസ് ആയിട്ട് വരുന്ന ഓപ്പൺ ബോൾ ആയിരിക്കും. ആൻഡ് ദിസ് ഓപ്പൺ ബോൾ ഈസ് കണ്ടെയ്ൻഡ് ഇൻ u y എന്നാണുള്ളത്. അപ്പോൾ എന്ത് കിട്ടി, b of y 1 by n എന്ന് പറയുന്നത് കണ്ടെയ്ൻഡ് ഇൻ u y എന്ന് നമ്മൾക്ക് കിട്ടി. ഇനി ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾക്ക് കിട്ടിയല്ലോ. എന്തായാലും എപ്സിലോൺ വൈനേക്കാളും ചെറിയ 1 by n നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി y is equal to xn ആയിരുന്നുവെങ്കിൽ, നമ്മൾ നേരത്തെ xn's എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ y is equal to xn ആയിരുന്നുവെങ്കിൽ b of xn 1 by n എന്ന് പറയുന്നത് എന്തായിരിക്കും, വിച്ച് ഈസ് കണ്ടെയ്ൻഡ് ഇൻ u y എന്ന് കിട്ടും. പക്ഷെ നമ്മൾ xn's എങ്ങനെയായിരുന്നു ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഓപ്പൺ കവറിലുള്ള ഒരു എലമെൻറ്റിൽ പോലും ഈ ഒരു ഓപ്പൺ ബോൾ കണ്ടെയ്ൻഡ് ആയിട്ട് വരത്ത എലമെൻറ്റ്സ് ആണ് നമ്മൾ xn's ആയിട്ട് എടുത്തത്. അപ്പോൾ y എന്തായാലും xnന് ഈക്വൽ ആകത്തില്ല. ആൻഡ് നമുക്ക് എപ്സിലോൺ വൈനേക്കാളും ചെറിയ 1 by n എത്ര കണ്ടുപിടിക്കാൻ പറ്റും, ഇത്തരത്തിൽ ഇൻഫൈനൈറ്റ്ലി മെനി 1 by n's കണ്ടുപിടിക്കാൻ പറ്റും. സോ y ഈസ് നോട്ട് ഈക്വൽ ടു xn ഫോർ ഇൻഫൈനൈറ്റ്ലി മെനി n's എന്ന് പറയാം. അപ്പോൾ നമ്മൾക്ക് എന്താണ്, ദർ ആർ ഇൻഫൈനൈറ്റ്ലി മെനി xn's എന്ന് പറയാൻ പറ്റും അല്ലേ. ഈ ഒരു കണ്ടീഷൻ y നോട്ട് ഈക്വൽ ടു xn ആയിട്ട് ഇൻഫൈനൈറ്റ്ലി മെനി n എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫോർ ഇൻഫൈനൈറ്റ്ലി മെനി n y ഈസ് നോട്ട് ഈക്വൽ ടു xn എന്ന് കിട്ടി. അപ്പോൾ നമ്മൾക്ക് എന്താണ്, ഈ സീക്വൻസിൽ ഇൻഫൈനൈറ്റ്ലി മെനി എലമെൻറ്റ്സ് ഉണ്ടെന്ന് കിട്ടി. ഇനി ബോൾസേനോ-വിയർസ്ട്രാസ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്പേസ് ആയതുകൊണ്ടും സീക്വൻസ് എക്സിന് ഇൻഫൈനൈറ്റ് സീക്വൻസ് ഇൻ ആ ഒരു സ്പേസ് ആയതുകൊണ്ടും നമ്മൾക്ക് എന്താണ്, ഇതിനൊരു ലിമിറ്റ് പോയിൻ്റ് ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ ആ ലിമിറ്റ് പോയിൻ്റിന് ഞാൻ എ എന്നെടുത്തു. ഓക്കെ, അപ്പോൾ നോക്കുക, ഞാൻ എ എടുത്തു. എ എന്ന് പറയുന്നത് എന്താണ്, എന്തിൻ്റെ ലിമിറ്റ് പോയിൻ്റ് ആയിട്ടാണ് വരുന്നത്, സീക്വൻസ് എക്സ്ൻ്റെ ലിമിറ്റ് പോയിൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇനി ഈ എ എന്ന് പറയുന്നത് എവിടെ ഉള്ളതാണ്, എക്സിലുള്ളതാണ്. എക്സിൻ്റെ ഒരു ഓപ്പൺ കവറാണ് ഒ എന്ന് പറയുന്നത്. അപ്പോൾ ഓയിലുള്ള സം മെമ്പർ ഓയിൽ ഈ ഒരു പോയിൻ്റ് എന്തായാലും കണ്ടെയ്ൻഡ് ആയിരിക്കും. അപ്പോൾ ഒ ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് എ ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം, ദർ എക്സിസ്റ്റ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് ബി ഓഫ് എ ഡെൽറ്റ ഈസ് കണ്ടെയ്ൻഡ് ഇൻ എന്തെന്ന് പറയാം, നമ്മൾക്ക് ഒ എന്ന് പറയാം അല്ലേ. സോ ദർ ഈസ് എ പോസിറ്റീവ് നമ്പർ ഡെൽറ്റ സച്ച് ദാറ്റ് ബി ഓഫ് എ ഡെൽറ്റ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ഒ. ഇനി എ എന്ന് പറയുന്നത് എന്താണ്, ലിമിറ്റ് പോയിൻ്റ് ഓഫ് ദിസ് സീക്വൻസ് ആണ്. അപ്പോൾ ഈ എ എന്ന് പറയുന്നത് ഈ സീക്വൻസിന് ലിമിറ്റ് പോയിൻ്റ് ആയതുകൊണ്ട് എനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ ഓപ്പൺ സെറ്റുകളിലും എന്തുണ്ടായിരിക്കും, ഈ സീക്വൻസിലുള്ള എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾക്ക് എന്ത് പറയാം, കറസ്പോണ്ടിങ് ടു ദിസ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 there exists a natural number n such that xn belongs to this open board for all n greater than or equal to n എന്ന് പറയാം. നമ്മളിവിടെ ഡെൽറ്റയ്ക്ക് പകരം ഡെൽറ്റ ബൈ 2 ആണ് എടുത്തിരിക്കുന്നത്. കാരണം ഇതും ഒരു ഓപ്പൺ സെറ്റാണ് ഇങ്ങനെ കണ്ടെയ്ൻ ചെയ്യുന്നത്. അപ്പോൾ അതിലും നമ്മൾക്ക് എന്താണ്, ഇൻഫൈനൈറ്റ്ലി മെനി എക്സെൻസ് ഉണ്ടെന്ന് പറയാം അല്ലേ. അപ്പോൾ ബൈ ചൂസിങ് എ സഫിഷ്യൻ്റ്ലി ലാർജ് n b of a delta by 2 എന്ന് പറയുന്നത് contains some xn for which 1 by n less than delta by 2 എന്ന് പറയാം. അതായത് ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ നിന്ന് for all n greater than or equal to n നാച്ചുറൽ നമ്പർ n-ന് xn's എല്ലാം എവിടെ ഉണ്ടെന്ന് കിട്ടും, b of a delta by 2 ഉണ്ടെന്ന് പറയാം അല്ലേ. ഇനി ഡെൽറ്റ ബൈ 2 എന്ന് പറയുന്നത് എന്താണ്, ഒരു പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ നമ്മൾക്ക് ഫോർ സം n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n1
1/n എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു Δ/2 എന്ന് പറയാൻ പറ്റില്ല അല്ലേ? നമുക്ക് ഏത് പോസിറ്റീവ് നമ്പർ എടുത്താലും അതിനേക്കാളും ചെറിയ ഒരു 1/n എന്തായാലും കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് ഫോർ എനി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദാറ്റ് നാച്ചുറൽ നമ്പർ നമുക്ക് എല്ലാ 1/nസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു Δ/2 ആയിരിക്കും. അപ്പോൾ ഇവിടെ n1ഉം ഇവിടെ n-ഉം ഉണ്ട്. അപ്പോൾ ഞാൻ ഈ n1ൻ്റെയും n-ൻ്റെയും മാക്സിമം n2 എന്ന് എടുത്തു എന്ന് കരുതുക. അപ്പോൾ എല്ലാ ഫോർ എനി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n2 n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n1 ആയിരിക്കും. അപ്പോൾ ആ xnകളെല്ലാം b(a)Δ/2ലും ഉണ്ടായിരിക്കും. ആൻഡ് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n2 ആയതുകൊണ്ട് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n1 ആയിരിക്കും. സോ 1/n എല്ലാം Δ/2 ആയിരിക്കും. സോ ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമ്മൾക്ക് എന്താണ് നാച്ചുറൽ നമ്പേഴ്സ് n എക്സിസ്റ്റ് ചെയ്യും. സോ ബൈ ചൂസിങ് എ സഫിഷ്യൻ്റ്ലി ലാർജ് n b(a)Δ/2 contains some xn and for which 1/n is less than Δ/2 എന്ന് പറയാം. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? xn ഈ ഒരു ഓപ്പൺ ബോളിലുണ്ട്, അതിന് ആ ഒരു n-ന് കറസ്പോണ്ടിങ് 1/n ലെസ് ദാൻ Δ/2വുമാണ്. അപ്പോൾ നോക്കിക്കേ, ഈ ഒരു സ്ട്രക്ചർ നോക്കുക. നമ്മൾ ഫസ്റ്റ് എ സെൻറ്ററും ഫസ്റ്റ് നമ്മൾ എനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് ഒ ഇൻ ദ ഓപ്പൺ കവർ ഒ കൺസിഡർ ചെയ്തു. അപ്പോൾ അതൊരു ഓപ്പൺ സെറ്റ് കണ്ടെയ്നിങ് ദ പോയിൻ്റ് ആയതുകൊണ്ട് എനിക്ക് ഈ പോയിൻ്റ് സെൻറ്ററായിട്ട് വരുന്നൊരു ഓപ്പൺ ബോൾ BA∆ എന്ന് പറയുന്നത് ഓയിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. അപ്പം ഞാൻ ആ ഒരു ഓപ്പൺ ബോൾ എടുത്തു. ഓക്കെ, ഇനി ആ ഒരു ഓപ്പൺ ബോളിൻ്റെ ഹാഫ് റേഡിയസ് ഞാൻ എടുത്തു, ഹാഫ് റേഡിയസ് ഉള്ള ഓപ്പൺ ബോൾ. അപ്പോൾ b(a)Δ/2 എടുത്തു. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രകാരം ഈ ഒരു ഓപ്പൺ ബോളിൽ ഒരു xn എന്തായാലും ഉണ്ടായിരിക്കും. ആൻഡ് വൺ മോർ കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? xn ഈ ഒരു ഓപ്പൺ ബോൾ b(a)Δ/2ൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. എന്താണ്? 1/n, ആ xnൻ്റെ അതേ ഇൻഡെക്സിന് കറസ്പോണ്ടിങ് 1/n എന്തായിരിക്കും? ലെസ് ദാൻ Δ/2 ആവുന്ന രീതിയിലും നമ്മൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ്, ഞാൻ xn സെൻറ്ററായിട്ടും 1/n ആ ഒരു xn ഉണ്ടല്ലോ, ഈ b(a)Δ/2ൽ വരുന്ന xn, അപ്പോൾ അത് സെൻറ്ററും 1/n റേഡിയസുള്ള ഓപ്പൺ ബോൾ എടുത്താൽ അത് എന്തിലുണ്ടായിരിക്കും? ഈ ഒരു b(a)Δ കണ്ടെയ്ൻഡ് ആയിരിക്കും. ഇത് നമ്മൾ പ്രൂവ് ചെയ്യും. അതാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? b(xn) 1/n എന്ന് പറയുന്നത് b(a)Δ കണ്ടെയ്ൻഡ് ആണെന്ന് കിട്ടി. b(a)Δ എന്തിലാണ്? ഓയിൽ കണ്ടെയ്ൻഡ് ആണ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൽ നിന്ന് തന്നെ നോക്കിക്കേ, b(xn) 1/n എന്ന് പറയുന്നത് ഈ ഒരു ഓപ്പൺ സെറ്റ്, ഓപ്പൺ കവറിലുള്ള ഒരു ഓപ്പൺ സെറ്റിലുണ്ടെന്ന് കിട്ടി. പക്ഷെ നമ്മൾ എക്സൻസ് എങ്ങനെയായിരുന്നു എടുത്തത്? b(xn) 1/n എന്ന് പറയുന്നത് ഓപ്പൺ കവറിലുള്ള ഒരു ഓപ്പൺ സെറ്റിൽ പോലും കണ്ടെയ്ൻഡ് ആവില്ലെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്താണ്, ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾക്ക് കോൺട്രഡിക്ഷൻ കിട്ടി. സോ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് തെറ്റാണ്. അപ്പോൾ ഏതൊരു ഓപ്പൺ കവർ എടുത്താലും നമ്മൾക്ക് എന്താണ്, ആ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു പോസിറ്റീവ് നമ്പർ എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് എന്ത് പ്രൂവ് ചെയ്യണം? b(xn) 1/n എന്ന് പറയുന്നത് b(a)Δ കണ്ടെയ്ൻഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തെടുക്കുന്നു? z ബിലോങ്സ് ടു b(xn) 1/n എടുത്തു. അപ്പോൾ d(z) ലെസ് ദാൻ Δ ആണെങ്കിൽ ഈ സെറ്റ് ഓപ്പൺ ബോളിലുള്ള എല്ലാ സെറ്റിനും d(az) ലെസ് ദാൻ Δ ആണെങ്കിൽ നമ്മൾക്ക് ഈ z എല്ലാം എവിടെ ഉണ്ടായിരിക്കും? b(a)Δ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനൊരു z എടുത്തു, d(az) കൺസിഡർ ചെയ്തു. ആൻഡ് മെട്രിക്കിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു d(xn) പ്ലസ് d(xnz) ആണ്. d(axn) എന്ന് പറയുന്നത് എന്താണ്? ലെസ് ദാൻ Δ/2 ആണ്. കാരണം എന്താണ്? xn എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പൺ ബോളിലുണ്ടെന്നാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അല്ലേ? xn ബിലോങ്സ് ടു b(a)Δ/2. അപ്പോൾ എയും xനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കണം? ലെസ് ദാൻ Δ/2 ആയിരിക്കണം. ആൻഡ് d(xnz) z എവിടെ ഉള്ളതാണ്? b(xn) 1/n-ലുള്ളതാണ്. അപ്പോൾ എന്താണ്? d(xn) z എന്ന് പറയുന്നത് ലെസ് ദാൻ 1/n ആയിരിക്കും. ആൻഡ് 1/n ലെസ് ദാൻ Δ/2വുമാണ്. അപ്പോൾ എന്ത് കിട്ടി? d(xnz) ലെസ് ദാൻ Δ/2 ആണെന്ന് കിട്ടി.
സോ ഇത് രണ്ടും ആഡ് ചെയ്തപ്പോൾ നമുക്ക് ഡെൽറ്റ കിട്ടി. അതായത് ഞാൻ ഈ ഒരു ഓപ്പൺ ബോളിൽ നിന്ന് ഏത് പോയിൻ്റ് എടുത്താലും ആ പോയിൻറ്റും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? ലെസ് ദാൻ ഡെൽറ്റയാണ്. സോ ഈ പോയിൻറ്റ്സ് എല്ലാം തന്നെ എവിടെ ഉണ്ടായിരിക്കും? ബി ഓഫ് എ ഡെൽറ്റയിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. സോ ബി ഓഫ് എക്സ് എൻ 1/n ഈസ് കണ്ടെയ്ൻഡ് ഇൻ ബി ഓഫ് എ ഡെൽറ്റ എന്ന് കിട്ടി. ആൻഡ് ബി ഓഫ് എ ഡെൽറ്റ ഓയിൽ കണ്ടെയ്ൻഡ് ആണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് എന്ത് കിട്ടി? ബി ഓഫ് എക്സ് എൻ 1/n ഈസ് contained in O എന്ന് കിട്ടി, which contradicting the fact that B of xn 1/n is not a subset of any member of O. So the claim 1 is true. നമ്മൾ കോൺട്രഡിക്ഷൻ അസ്യൂം ചെയ്തപ്പോഴാണ് നമ്മൾ എന്താണ് നെഗേഷൻ അസ്യൂം ചെയ്തപ്പോഴാണ് ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ കിട്ടിയിരിക്കുന്നത്. സോ നമ്മൾ അസ്യൂം ചെയ്തത് തെറ്റാണ്. അപ്പോൾ എന്തായിരിക്കണം? ഏത് ഓപ്പൺ കവർ എടുത്താലും ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലൊരു യുണീക്ക് എപ്സിലോൺ എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ലെമ്മ 1 നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നെക്സ്റ്റ് ലെമ്മ 2 ആണ് പ്രൂവ് ചെയ്യേണ്ടത്.